നമസ്കാരം. വനിതാ സംവരണ നിയമം നടപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണത്തിനായി പാർലമെന്റ് ചേരാനിരിക്കെ ചർച്ചയ്ക്കായി പാർലമെന്റിലെത്താൻ എംപിമാർക്ക് വിപ്പ് നൽകി കോൺഗ്രസ്. 16 മുതൽ 18 വരെ ലോക്സഭയിൽ ഉണ്ടാകണമെന്നാണ് നിർദ്ദേശം. ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സഭയിലെത്താൻ ജെഡിയുവും എംപിമാർക്ക് വിപ്പ് നൽകി. അതിനിടെ മണ്ഡല പുനർനിർണ്ണയം ജനാധിപത്യ വിരുദ്ധമാണെന്നും സഭയുടെ അംഗബലം കൂട്ടുന്നത് നീതിപൂർവകമാകണമെന്നും സോണിയാഗാന്ധി ഇന്ന് ഒരു പത്രലേഖനത്തിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിൽ തന്നെ ഉണ്ടാകാൻ പോവുകയാണ്. ഒന്ന്, അത് വനിതാ സംവരണമാണ്, 33% വനിതാ സംവരണം. 2, 1970-കൾക്ക് ശേഷം ആദ്യമായി ജനസംഖ്യാനുപാതികമായ മണ്ഡല പുനർനിർണ്ണയം നടക്കുകയാണ്. അപ്പോൾ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂടും. സ്വാഭാവികമായിട്ടും മറ്റ് അസംബ്ലി സീറ്റുകളുടെ എണ്ണത്തിലും അതിർത്തിയിലും ഒക്കെ മാറ്റം വരികയും ചെയ്യും. അത് മൊത്തത്തിൽ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഉഴുതുമറിക്കാൻ പോന്ന ഒരു ടെക്ടോണിക് ഷിഫ്റ്റിന് പര്യാപ്തമായ ഒന്നാണ്. അതുകൊണ്ട് അത് സ്വാഭാവികമായും വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. കേണൽ എസ് ദിന്നി BJPക്ക് വേണ്ടി, അഡ്വക്കേറ്റ് PM ആതിര CPMന് വേണ്ടി, സോയ ജോസഫ് കോൺഗ്രസിന് വേണ്ടി, ഡോക്ടർ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്നിപ്പോൾ സോണിയാഗാന്ധി ദ ഹിന്ദുവിൽ എഴുതിയ ലേഖനത്തിന് തലക്കെട്ട് ഡീലിമിറ്റേഷൻ ആൻഡ് നോട്ട് വിമൻസ് റിസർവേഷൻ ഈസ് ദ ഇഷ്യൂ എന്നുള്ളതാണ്. ഈ ഡീലിമിറ്റേഷനെ വലിയ തോതിൽ ആശങ്കയോടുകൂടി കാണുന്നുണ്ട് പ്രതിപക്ഷം എന്ന് നമുക്ക് പൊതുവേ പറയാമെങ്കിലും തെന്നിന്ത്യയിലെ പാർട്ടികൾ അതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ കേരളത്തിൻ്റെ ലോക്സഭാ അംഗങ്ങളുടെ ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് മൊത്തം മെമ്പർഷിപ്പിൻ്റെ 3.7 ആണെങ്കിൽ ഡീലിമിറ്റേഷൻ നടന്നത് 2.6 ആയിട്ട് കുറയും. തമിഴ്നാടിൻ്റെത് 7.2 എന്നുള്ളത് 6% ആയിട്ട് കുറയും. കാരണം ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം നന്നായി നടപ്പാക്കിയതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേതുപോലെ ജനസംഖ്യ വളർന്നിട്ടില്ല. അപ്പോൾ ജനസംഖ്യാനുപാതികമായി മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കുമ്പോൾ ഉത്തർപ്രദേശ് 145 ലോക്സഭാ സീറ്റുള്ള ഒരു വലിയ സംസ്ഥാനമായി മാറുകയും കേരളം 20-ൽ നിന്ന് 22-ലോ 23-ലോ എത്തി നിൽക്കുകയും ചെയ്യും. ഇതുണ്ടാക്കുന്ന ഡിസ്പാരിറ്റി വലിയ തോതിൽ ചർച്ചയാവുകയാണ്. അത് പ്രതിപക്ഷത്തെ ഒരു തരത്തിൽ ആയുധമില്ലാത്തവരാക്കുകയും BJPയെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നതാണെന്ന ആക്ഷേപമുണ്ട്. ഇതിനെ എങ്ങനെ അഡ്രസ് ചെയ്യും പ്രതിപക്ഷ പാർട്ടികൾ എന്നാണ് വിചാരിക്കുന്നത്? ശ്രീ അഭിലാഷ്, ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം തന്നെ സമഗ്രമായി പൊളിച്ചെഴുതാൻ പര്യാപ്തമായ ഒരു ഭരണഘടനാ ഭേദഗതിയാണ് ഇപ്പോൾ 16-ാം തീയതി തുടങ്ങുന്ന ലോക്സഭയുടെ പ്രത്യേക സമ്മേളനം. ബജറ്റ് സമ്മേളനം നീട്ടിവെച്ചിരിക്കുകയാണ്. ഈ 3 ദിവസത്തെ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ഐറ്റമായി വരുന്നത് വിമൻസ് റിസർവേഷൻ ബില്ലാണ്. പക്ഷേ സോണിയാഗാന്ധി ഉൾപ്പെടെ ഹിന്ദുവിൽ എഴുതിയ ആർട്ടിക്കിളിൽ ആശങ്ക പറയുന്നത് അതേക്കുറിച്ചല്ല. വിമൻസ് റിസർവേഷനെ കുറിച്ച് ഒരു ധാരണ എത്തിയതാണ്. 2023-ൽ പാസ്സാക്കിയ നിയമമാണ്. അത് തീർച്ചയായും നടപ്പാക്കുകയും വേണം. പക്ഷേ അത് 2029-ലെ തെരഞ്ഞെടുപ്പിൽ അത് നടപ്പാക്കണം എങ്കിൽ യഥാർത്ഥത്തിൽ സെൻസസ് വരെ കാത്തിരിക്കാനാവില്ല. 2011-ലെ സെൻസസ് അനുസരിച്ചുള്ള ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നടത്തിയെടുക്കാനുള്ള ഒരു ശ്രമം. അപ്പം നിർദോഷമെന്ന് തോന്നാം, പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല കാതലായ വിഷയം. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ 1971 വരെ ഉണ്ടായിരുന്ന ക്രമാനുഗതമായ വർധന ലോക്സഭയിലെ സീറ്റുകൾ ഇപ്പോൾ 543 ആയി നിജപ്പെടുത്തിയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു, നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ 2011-ലെ സെൻസസ് അനുസരിച്ചാകട്ടെ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സെൻസസ് അനുസരിച്ചാകട്ടെ, സീറ്റുകൾ മാറ്റി പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ 1800 ചില്ലുവാനം സീറ്റുകൾ വേണ്ടിവരും. കാരണം 7.5 ലക്ഷം പേർക്ക് ഒരു MP എന്നതാണ് 1951-ലെ കണക്ക്. അതനുസരിച്ച് വന്നാൽ 1800 ചില്ലുവാനം സീറ്റുകൾ വരും. അതൊരു പക്ഷേ ഉണ്ടാവില്ല. ഇപ്പോൾ കേന്ദ്ര BJP നേതൃത്വവും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും പറയുന്നത് ഒരുപക്ഷെ 50% വർധന പാർലമെൻറ്റ് സീറ്റുകളിൽ ഉണ്ടാകും. അങ്ങനെ ഇപ്പോൾ നിലവിലുള്ള 543 എന്നത് 816 816 സീറ്റ്സ് എന്നതാണ്. ഇപ്പോൾ പുതിയ പാർലമെൻറ്റ് പണിതപ്പോൾ തന്നെ 866 പേർക്ക് ഇരിപ്പിടം ക്രമീകരിച്ചുകൊണ്ടുള്ള പാർലമെൻറ്റിൽ ഒരുപക്ഷെ മുൻ ധാരണ അനുസരിച്ച് തന്നെ ആയിരിക്കാം 50% കൂട്ടുന്നു. അങ്ങനെ കൂട്ടുന്ന 273 സീറ്റ്സ്, 273 സീറ്റുകൾ വനിതാ റിസർവേഷൻ സീറ്റുകളായി മാറ്റുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള എല്ലാ സീറ്റുകളും പൊതു സീറ്റുകളും ഇനി വരാൻ പോകുന്ന സീറ്റുകൾ അത്രയും എണ്ണം, അതേ സീറ്റുകളാകണമെന്നില്ല, അത്രയും എണ്ണം വനിതാ സീറ്റുകളും വനിതാ സംവരണ സീറ്റുകളും ആക്കി മാറ്റുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു അപാകത തോന്നേണ്ടതില്ല. അത് റിസർവേഷൻ്റെ കാര്യം. ഇനി യഥാർത്ഥത്തിൽ മണ്ഡല പുനഃസംഘടനയുടെ കാര്യം എടുത്താലോ, കേരളത്തിൽ നിലവിൽ 20 ലോക്സഭ MPമാരാണുള്ളത്. പക്ഷേ ജനസംഖ്യ ഒരു കണക്കാക്കി എടുക്കുകയാണെങ്കിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും തുല്യ എണ്ണമാക്കി എടുക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് കേരളത്തിൻ്റെ സീറ്റുകൾ ഇപ്പോഴത്തെ നില തുടർന്നാൽ കേരളത്തിൻ്റെ സീറ്റുകൾ 6 സീറ്റുകളെങ്കിലും കുറയാൻ സാധ്യതയുണ്ട്. 14 സീറ്റിൽ സെറ്റിൽ ചെയ്യേണ്ടി വരും. ഇനി അതല്ല, ഇപ്പോഴത്തെ ഫ്രീസ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ
കുറയില്ല എന്ന് അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട്. കുറയില്ല എന്ന് പറഞ്ഞു. തമിഴ്നാടും പറയുന്നു ഇപ്പോഴത്തേതിൽ നിന്നും 8 സീറ്റ് വരെ കുറയുമെന്ന് സ്റ്റാലിൻ പറയുന്നു. അതൊരു പക്ഷേ ഊതിപ്പെരുപ്പിച്ച കണക്കായിരിക്കാം. പക്ഷേ കുറയില്ല. പക്ഷേ കൂടുമ്പോൾ എത്രത്തോളം കൂടാം? ഉത്തർപ്രദേശിൽ വൻതോതിലുള്ള വർധനയാണ്. ഇപ്പോൾ തന്നെ 80 സീറ്റുണ്ട്. അത് എത്രയധികം വർദ്ധിക്കാം? 140-ൽ പരം സീറ്റുകളായി വർദ്ധിക്കുമ്പോൾ കേരളത്തിൻ്റെ ലോക്സഭാ സീറ്റ് വിഹിതം 20-ൽ നിന്നും 22-ഓ 23-ഓ ആയി വർദ്ധിക്കും. അങ്ങനെ ജനസംഖ്യാ നിയന്ത്രണം വളരെ ശാസ്ത്രീയമായി വളരെ കാര്യക്ഷമമായി നടപ്പാക്കിയ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിലെ അധികാരത്തിലെ അപ്പകഷ്ണത്തിന്റെ ഒരു ചെറിയ പങ്കായി ചുരുങ്ങുകയും ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ 20% തെക്കേ ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ. അതിപ്പോൾ 20%-ത്തിലും കുറവായി മാറിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന്റെ വിലപേശ ശക്തി, ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ കരുത്ത് തന്നെ ചോരുന്ന ഒരു കാഴ്ച ഉണ്ടാകും. അതിനു വേണ്ട വിശാലമായ ചില ഉറപ്പുകൾ, ചർച്ചകൾ അതിലേക്ക് നീങ്ങണമെന്നാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ പ്രതിപക്ഷം ഇപ്പോൾ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ചർച്ചകളായിരിക്കാം ഒരുപക്ഷെ പാർലമെന്റിൽ ഈ വരുന്ന 3 ദിവസം മുഴങ്ങി കേൾക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കേണൽ എസ് ഡിന്നി, സോണിയാഗാന്ധി തന്നെ ഉന്നയിക്കുന്ന 1-2 വിഷയങ്ങളുണ്ട്. ഒന്ന്, 2023 സെപ്റ്റംബറിൽ വനിതാ സംവരണ നിയമം പാസ്സായതാണ്. ആ പാസ്സായ നിയമം അനുസരിച്ച് 2029 തെരഞ്ഞെടുപ്പ് മുതൽ 33% വനിതാ സംവരണം ഉറപ്പു നൽകുന്നുണ്ട്. അന്ന് പറഞ്ഞിരുന്നത് പുതിയ സെൻസസ് അനുസരിച്ചായിരിക്കും ഈ സംവരണ സീറ്റുകൾ നിർണ്ണയിക്കുക എന്നുള്ളതാണ്. പക്ഷേ പുതിയ സെൻസസിന് കാത്തു നിൽക്കാതെ 2027 പുതിയ സെൻസസിന്റെ റിപ്പോർട്ട് വരും എന്നിരിക്കെ പുതിയ സെൻസസിന് കാത്തിരിക്കാതെ 2011 കണക്ക് ആധാരമാക്കിക്കൊണ്ട് എന്തിന് ഈ വനിതാ സംവരണ സീറ്റുകൾ നിർണ്ണയിക്കുന്നു, എന്തിന് ഡീലിമിറ്റേഷൻ നടത്തുന്നു? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, ഈ മാസം തന്നെ നടത്തണം എന്ന തിടുക്കം എന്തുകൊണ്ടാണ്? 16 മുതൽ 18 വരെയാണല്ലോ പ്രത്യേക സമ്മേളനം ചേരുന്നത്. വെസ്റ്റ് ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 29-ാം തീയതി, ഈ മാസം 29-ാം തീയതി അവസാനിക്കും. അപ്പോൾ ഒരു 15 ദിവസം കൂടി നീട്ടിവെച്ചാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അതിന്റെ പീക്കിലെത്തി നിൽക്കെ എന്തിന് ഈ നിയമനിർമ്മാണം? പിന്നെ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യവും എന്താണ് ഇതിന് മറുപടി? നോക്കൂ ശ്രീ അഭിലാഷ്, ശ്രീമതി സോണിയാഗാന്ധിയുടെ ആ ഒരു ആർട്ടിക്കിൾ ഇന്ന് നമ്മൾ വായിച്ചതാണ്. അപ്പോൾ അതിനകത്ത് ശ്രീമതി സോണിയാഗാന്ധി പറഞ്ഞത് 2023 നമ്മൾ ഈ ബില്ല് പാസ്സാക്കി, അപ്പോൾ പിന്നെ 2029 കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ അത് വരും എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് 2023 ഈ ബില്ല് പാസ്സാക്കിയ സമയത്ത് കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു അന്ന്? ശ്രീ ഖർഗെ എന്തായിരുന്നു അന്ന് പറഞ്ഞത്? 2024 ലോക്സഭാ ഇലക്ഷൻ തന്നെ അത് എന്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ലായിരുന്നു അന്ന് ചോദിച്ചത്. എത്രമാത്രം പരിഹാസമായിരുന്നു അന്ന് പറഞ്ഞത്. ഇത് ഈ ഒരു ബില്ല് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇത് വെറുതെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു ബില്ലല്ലേ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള അന്ന് പ്രഹസനവും ആ രീതിയിലുള്ള ഒരു നറേറ്റീവായിരുന്നു അവർ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. ഇന്ന് നമ്മൾ അത് കൊണ്ടുവരുമ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ കൊണ്ടുവരുന്നത്? അപ്പൊ ഇത് രണ്ടും പറയുന്നത് കോൺഗ്രസ്. നമ്മളെ സംബന്ധിച്ചുള്ള ഈ ഒരു ബില്ല് എന്ന് പറയുന്നത് വെറും ഒരു എന്നുള്ളതല്ല കോൺഗ്രസിന്റെയോ സോണിയാഗാന്ധിയുടെയോ നിലപാട്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ഇത് സാധ്യമാക്കുന്നതിന്റെ ലെജിസ്ലേഷൻ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ മാസം നടത്തുന്ന എന്തിനാണ്? മെയ് മാസത്തിൽ പ്രത്യേക സമ്മേളനം ചേരാലോ, അതല്ലെങ്കിൽ അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ആകാലോ എന്ന ഒന്നാമത്തെ വിഷയം. എന്തുകൊണ്ടാണ് 2027 കൺക്ലൂഡ് ചെയ്യുന്ന സെൻസസിനെ ആധാരമാക്കാത്തത്? അതാണല്ലോ പുതിയ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ. പിന്നെയും ഒരു 15 കൊല്ലം പഴയ ഡേറ്റ എടുക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലാതെ വേണ്ടെന്നല്ല. നമ്മൾ അത് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമാണ്. അതായത് കോൺഗ്രസ് തന്നെ ആ സമയത്ത് പറഞ്ഞത് ഇത് 2024 തന്നെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന്. നമ്മളത് 2029 കൊണ്ടുവരുമ്പം അത് ഇപ്പം ചോദിക്കുകയാണ് എന്താണ് 2029 ചെയ്യുന്നത്, എന്തുകൊണ്ട് 2034 അതായത് 2027 സെൻസസ് കഴിഞ്ഞ് ഡീലിമിറ്റേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് എന്നിട്ട് 2034 എന്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഇപ്പം കോൺഗ്രസ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ ശ്രീ അഭിലാഷ്, നോക്കൂ, ഈ ഒരു ബില്ല് എല്ലാവർക്കും അറിയാം. 30 വർഷമായിട്ട് 1996 തൊട്ട് ഈ ബില്ലുകൾ ഇങ്ങനെ പാർലമെന്റിലും പല വേദികളിലൊക്കെ ചർച്ച ആയിക്കൊണ്ട് മാത്രമായിട്ട് മുദ്രാവാക്യങ്ങളൊക്കെ ആയിട്ട് മാത്രമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇതിനെ കൊണ്ടുവന്നത് NDA സർക്കാർ, പ്രൈം മിനിസ്റ്റർ മോദിയാണ്. അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യമാണ്. ഇപ്പൊ നമുക്ക് എത്ര പ്രാവശ്യമാണ് എത്ര രീതിയിലേക്ക് ഈ ഒരു ബില്ല് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. പക്ഷെ അതിന് പൊളിറ്റിക്കൽ വിൽ, രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലാത്തതുകൊണ്ട് അത് തെന്നി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടായിട്ടാണ് 2023 ആദ്യത്തെ നമ്മുടെ അവിടുത്തെ സമ്മേളനം, അതായത് പുതിയ പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ ഈ ഒരു ബില്ല് കൊണ്ടുവന്നു. ആദ്യത്തെ ബില്ല് ഇത് തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ ക്ലിയർ ആണ്, ഈ ഒരു ബില്ല് കൊണ്ടുവന്നേ തീരൂ. കാരണം വിമൻസ് റിസർവേഷൻ ഇന്ന് ഒരു യാഥാർത്ഥ്യം
യാഥാർത്ഥ്യമാക്കിയേ പറ്റൂ. അതിനകത്ത് യാതൊരു സംശയമില്ല. നോക്കൂ, ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ഇപ്പം നമ്മൾ LDF-ഉം UDF 70 വർഷത്തിന് മുകളിലായിട്ട് ഇവിടെ ഭരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി സ്ത്രീകളായിട്ടുണ്ടോ? ഇതുവരെ ഒരൊറ്റ മുഖ്യമന്ത്രി ആയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഹോം മിനിസ്റ്റർ സ്ത്രീ ആയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഫിനാൻസ് മിനിസ്റ്റർ സ്ത്രീ ആയിട്ടുണ്ടോ? എന്നിട്ട് അവരിരുന്നിട്ടാണ് അവർ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ബില്ലിനെ ഇപ്പൊ ഈ ഒരു ഏപ്രിൽ മാസത്തിൽ തന്നെ എന്തുകൊണ്ട് വരുന്നില്ല, മെയ് മാസത്തെ എന്തുകൊണ്ട് വരുന്നില്ല, 2027 സെൻസസ് കൊണ്ട് എന്തുകൊണ്ട് ചെയ്യുന്നത്? അതെല്ലാം ടെക്നിക്കാലിറ്റീസ് മാത്രമാണ്. നമ്മുടെ ഇഷ്യൂ ഈ ടെക്നിക്കാലിറ്റീസിനെ മാറ്റിവെച്ചിട്ട് ഇതിന്റെ ബ്രോഡർ പൊളിറ്റിക്കൽ ഇഷ്യൂ, രാഷ്ട്രീയ വിഷയം എന്താണ്? രാഷ്ട്രീയ വിഷയം എന്ന് വെച്ചാൽ സ്ത്രീകൾ 50% വരുന്ന സ്ത്രീകൾക്ക് 33% എങ്കിലും രാഷ്ട്രീയ പവർ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ബില്ല് വേണം. അതിനെ കൊണ്ടുവന്നു, അതിനെ അമെൻഡ് ചെയ്തിട്ട് അതിനെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പൊ അതിനെ സ്വാഗതം ചെയ്യുന്നതിന് പകരം ഈ ടെക്നിക്കൽ വിഷയമായിട്ട്, അതായത് അവരുടെ ഹെഡിങ് തന്നെ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു, പക്ഷേ ഡീലിമിറ്റേഷൻ പ്രോസസ്. അതെന്താണ് ഡീലിമിറ്റേഷൻ പ്രോസസ്സിൽ? 2011 സെൻസസ് വെച്ചല്ലേ നമ്മൾ ഇതുവരെയുള്ള നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫിനാൻസ് കമ്മീഷൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചർച്ചയുടെ ആദ്യത്തെ ഘട്ടത്തിൽ ആ ഡീലിമിറ്റേഷൻ ഉന്നയിച്ചിരുന്നു. നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്തതിനു ശേഷം അതിലേക്ക് വിശദമായി വരുന്നുണ്ട്. അഡ്വക്കേറ്റ് PM ആതിര, നമുക്കറിയാം വനിതാ സംവരണ നിയമത്തിന്റെ ചരിത്രം 90കളിൽ പാർലമെന്റിൽ വരുന്നു, പാർലമെന്റ് കടക്കുന്നില്ല, നാടകീയമായ രംഗങ്ങൾ ഉണ്ടാകുന്നു, പിന്നീട് 2000കളിൽ വരുന്നു. പക്ഷേ നാടകീയ രംഗങ്ങൾ മാത്രം ബാക്കി വനിതാ സംവരണ ബില്ല് പാസ്സാവുന്നുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ 2023 ആ ബില്ല് പാസ്സായി, ഏകകണ്ഠമായി സഭ പാസ്സാക്കി. അങ്ങനെ നാരീ ശക്തി വന്ദൻ അധിനിയം എന്ന നിയമം വന്നു. ഇനിയിപ്പോൾ അതിൻ്റെ നടപ്പാക്കൽ സ്റ്റേജാണ്. അത് നടപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് അടുത്ത ദിവസം പാർലമെന്റ് ചേരുന്നത്. അത് നടപ്പാക്കി കഴിയട്ടെ എന്നുള്ള നിലപാടല്ലേ അക്കാര്യത്തിൽ കൂടുതൽ യുക്തം? മറ്റ് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ എന്ത് തന്നെയായാലും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ 33% സംവരണം ഉറപ്പു നൽകുന്ന സംവിധാനം വരട്ടെ എന്ന് തീരുമാനിച്ചതിന് ശേഷമല്ലേ ബാക്കി എന്തുള്ളൂ? അല്ല, യഥാർത്ഥത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച 96 തുടങ്ങുന്നതിന് എത്രയോ മുമ്പേ ഈ 1930കളിലെ തുടങ്ങിയൊരു ചർച്ചയാണത്. പാർലമെൻറ്റിൽ വരുന്നത് 96 ആദ്യം അവതരിപ്പിക്കുന്നത്. 98, 2003, 2009, 2010 ഒക്കെ അവതരിപ്പിച്ചിട്ടും ഇപ്പോഴും 2023 അവതരിപ്പിച്ചതും ഇപ്പോഴും നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നാണ് പറയുന്നത്. അത് ചർച്ച ചെയ്യുമ്പോൾ പോലും ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇപ്പോൾ ഒരു 5 കസേരയിട്ടൊരു മുറിയിലേക്കൊരു സ്ത്രീ കടന്നു വരുമ്പം ആ സ്ത്രീക്ക് ഇരിക്കണമെങ്കിൽ ഇനിയൊരു 5 കസേരയും കൂടി കൊണ്ടുപോയിട്ടിട്ട് അതിൽ 2 കസേരയിൽ നീ ഇരുന്നോ എന്ന് പറയുന്നൊരു ലോജിക്ക് ഉണ്ടല്ലോ. ഈ ഡീലിമിറ്റേഷൻ നടപ്പിലാക്കിയാൽ മാത്രമേ വനിതാ സംവരണം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പറ്റൂ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നൊരു സാധനം അതുകൂടിയാണ്. ഈ പറയും വിധം സ്ത്രീകളെ ഇരുത്തണമെങ്കിൽ ഇനി അഡീഷണൽ ചെയർ വരട്ടെ. ഉള്ള ചെയർന്ന് ഒരാൾ എണീറ്റ് കൊടുക്കൂല. ഒരാൾ അത്രമാത്രം ഈ പുരുഷാധിപത്യ മൂല്യവ്യവസ്ഥ ഈ പാർലമെൻ്ററി രംഗത്തും രാഷ്ട്രീയത്തിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഡീലിമിറ്റേഷനും ഇതും തമ്മിൽ കൂട്ടിക്കെട്ടുന്നത് എന്തെന്നുള്ളതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. പിന്നെ ഡീലിമിറ്റേഷൻ എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രമാത്രം ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള ആശങ്ക എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇപ്പോൾ കേരളം മറ്റ് പല കാര്യങ്ങളിലും നേട്ടങ്ങൾ ആർജിക്കുന്ന സമയത്ത് ഇനി കേരളത്തിന് അക്കാര്യത്തിൽ ഫണ്ടില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ഫലപ്രദമായിട്ട് ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾക്ക് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ കുറയുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്ന സമയത്ത് അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് എത്രമാത്രം പരിക്കേൽപ്പിക്കും എന്നുള്ള ആശങ്ക എല്ലാവരും സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രത്യേകിച്ച് ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഷാപരമായി തന്നെ നിലനിൽക്കുന്ന ഹിന്ദി സംസാരിക്കാത്ത സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ജനാധിപത്യ സംവിധാനത്തിൽ പ്രത്യേകിച്ച് ഫെഡറലിസം അത്രമേൽ പല രീതിയിൽ അട്ടിമറിക്കപ്പെടുന്ന ഒരു കാലത്ത് ഇതുകൂടി വരുമ്പം എന്തായിരിക്കും ജനാധിപത്യത്തിന് സംഭവിക്കുക എന്നുള്ള ആദ്യം നല്ലോണമുണ്ട്. അതും ഈ വിമൻ റിസർവേഷനും കൂടി കൂട്ടിക്കെട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉണ്ടാകുന്ന ഇത് പല രീതിയിൽ ഇത് അട്ടിമറിക്കാൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച തന്നെ സംഭവിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ 2023 പാർലമെന്റിൽ പാസ്സാക്കി. 2023 ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് 33% സ്ത്രീ സംവരണം. നമ്മൾ മറ്റേ 83-84 ഭരണഘടനാ ഭേദഗതി വന്ന സമയത്ത് അഡീഷണൽ സീറ്റ് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടല്ലല്ലോ സ്ത്രീകൾക്ക് 33% സംവരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കകത്തേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 128 ഭരണഘടനാ ഭേദഗതി വരുമ്പം സ്ത്രീകൾക്ക് ഇരിക്കാൻ സീറ്റ് വേണമെങ്കിൽ അഡീഷണൽ സീറ്റ് കൂടി ഉണ്ടാക്കിയതിന് ശേഷം മാത്രം എന്ന് പറയുന്ന വാദം തന്നെ എത്രമാത്രം സ്ത്രീ വിരുദ്ധമാണെന്നുള്ളതാണ്. ഇനി എന്തിൻ്റെ പേരിലായാലും ഡീലിമിറ്റേഷൻ
ഉണ്ടാക്കുന്ന ജനാധിപത്യത്തിനുണ്ടാക്കുന്ന പരിക്കും സ്ത്രീകളുടെ പ്രാതിനിധ്യം വരലും തമ്മിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനുണ്ടാക്കുന്ന ഒരു പൊളിറ്റിക്കൽ കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷനെ എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിനി കാര്യക്ഷമമായിട്ട് ആലോചിക്കേണ്ടത്. പ്രത്യേകിച്ച് BJP പോലുള്ളൊരു രാഷ്ട്രീയ സംവിധാനം ഈ സ്ത്രീകളോട് നിരന്തരം എടുക്കുന്ന സമീപനങ്ങൾ, സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിരവധി ആശയഗതികൾ കുത്തിക്കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മളുടെ ഭരണഘടന പറയുന്ന തുല്യത എന്ന ആശയത്തെ പല രീതിയിൽ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു രാഷ്ട്രീയ സംവിധാനം കൂടിയാണത്. മനുസ്മൃതി മുന്നോട്ട് വെക്കുന്ന ഈ ഇത്തരം വിവക്ഷകളുണ്ട്. അതിലേക്ക് വരാം. ശ്രീമതി സോയ ജോസഫ്, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 816 സീറ്റുകൾ ഉണ്ടാകും, ഇപ്പോഴത്തെ 543 നിന്ന് വ്യത്യസ്തമായി. അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ MP-മാരുണ്ടാവും, അതിനാനുപാതികമായി തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടാവില്ല എന്നൊരു വലിയ ഗ്യാപ്പ് അവിടെ ഉണ്ടെന്ന ഒന്നാമത്തെ പ്രശ്നം. ഇതിന്റെ പോസിറ്റീവായ വശം 2029 തന്നെ വനിതാ സംവരണം നടപ്പാക്കപ്പെടുന്നു. 2023 പാസ്സായ നിയമത്തിന്റെ മാൻഡേറ്റ് അനുസരിച്ച് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 33% വനിതാ സംവരണം വരുന്നു. അപ്പോൾ ഈ 816-ൽ 273 മണ്ഡലങ്ങൾ വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ട് നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കുമ്പോൾ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ആദ്യം തന്നെ ഒരു കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിലും ഒരു സ്ത്രീ എന്ന നിലയിലും വനിതാ സംവരണം എന്നുള്ളത് ഏറ്റവും കൃത്യമായി അത് ഏറ്റവും പുരോഗമനപരമായി മുന്നോട്ട് പോകേണ്ട ഒരു ആശയമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. കാരണം എല്ലാവരും, എനിക്ക് മുൻപ് സംസാരിച്ച ആളുകളൊക്കെ ഇതിൽ അത്തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചത്. തീർച്ചയായും ഇതിലെവിടെയാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ BJPയുടെ പ്രതിനിധി സംസാരിച്ചത് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യവും അതിൽ കണക്ട് ചെയ്യാൻ കഴിയും. കോൺഗ്രസിന് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് വരുത്തി തീർക്കുക, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്ന് വരുത്തി തീർക്കുക എന്നുള്ള ഏറ്റവും വലിയ അജണ്ടയിലേക്കാണ് ഇത് പോകുന്നത്. കാരണം ഇപ്പോൾ BJP ഇത് വളരെ പെട്ടെന്ന് ഇത്തരമൊരു സാധനം, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അത്തരം കാര്യങ്ങളൊക്കെ മുൻപ് ചർച്ച ചെയ്തു, അതുകൊണ്ട് അതിലൊന്നും വിശദമായി പോകുന്നില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇത് പെട്ടെന്ന് മുന്നിലേക്ക് ഇറക്കി വിടുന്നു. അപ്പോൾ കോൺഗ്രസ് ഇതിൻ്റെ എന്തുകൊണ്ട് പെട്ടെന്ന് വന്നു എന്നുള്ളതിനെ പറ്റി, ഇതിലെ ക്ലോസുകളെ പറ്റി നമ്മളിത് ചോദ്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് എന്തോ ഇതിനെതിരാണ്, പ്രതിപക്ഷം ഇതിനെന്തോ എതിരാണ്, നമ്മൾ സ്ത്രീ സംവരണത്തിനെതിരാണ്, സ്ത്രീകൾക്കെതിരാണ്, കോൺഗ്രസ് സ്ത്രീ വിരുദ്ധരാണ് എന്ന് പറഞ്ഞു വെക്കാനുള്ള ഒരു നരേറ്റീവിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് സ്ത്രീ സംവരണത്തിൻ്റെ മൊത്ത കച്ചവടക്കാർ ഞങ്ങളാണെന്നും അത് BJPയുടെ വലിയ അജണ്ടയാണെന്നും, പക്ഷെ അതിലൂടെ ഒളിച്ചു കടത്തുന്ന കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അതിലൂടെ ഒളിച്ചു കടത്തുന്ന രാഷ്ട്രീയത്തെ പറ്റിയും ഡീലിമിറ്റേഷനിൽ ഉണ്ടാകുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയവും അതിൻ്റെ ടെക്നിക്കാലിറ്റീസും അതിലെ ഈ പറഞ്ഞതുപോലെ ലിമിറ്റേഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടെയുള്ള അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെയുള്ളതിൽ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ, ആളുകൾക്ക് ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു വിഷയം നിലനിൽക്കുമ്പോൾ കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും പ്രതിസ്ഥാനത്ത് നിർത്താൻ, ആ പ്രതിസ്ഥാനം കൊണ്ട് എന്താണ് ഇവർക്ക് ഗുണം ചെയ്യുക എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മളെ പ്രതിസ്ഥാനത്ത് നിർത്തുക, കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് വഴി എന്താണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ലാഭം എന്നുള്ളതിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അല്ലാതെ ഇതിലെന്തുകൊണ്ട് നേരത്തെ BJPയുടെ പ്രതിനിധി ചോദിക്കുന്ന ഒരു കാര്യം കേട്ടു, മല്ലികാർജ്ജുൻ ഖാർഗെ ഇത് 2024 നടപ്പിലാക്കിക്കൂട്ടെ കൂടെ എന്ന് ചോദിച്ചു. എന്താണ് ചോദ്യത്തിനൊരു കുഴപ്പം? നിങ്ങൾ എന്തിനാണ് ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെൻസസുമായി ബന്ധപ്പെട്ട് ഇതിനെ കൂട്ടിക്കുടയ്ക്കാൻ ശ്രമിക്കുന്നത്? നേരത്തെ CPMന്റെ പ്രതിനിധി സംസാരിച്ചതുപോലെ ഒരു 5 കസേര അധികം ഇട്ടിട്ടല്ലോ ഇത്തരം പണികൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വളരെ കൃത്യമായി ഇതിൽ നിലനിൽക്കുന്ന സംവിധാനങ്ങൾ അല്ലെങ്കിൽ നിലനിൽക്കുന്ന സീറ്റുകൾ ഉപയോഗിച്ച് അതിലേക്ക് റിസർവേഷൻ കൊണ്ടുവരാലോ. ഭാവിയിൽ എക്സ്പാൻഷൻ നടക്കുമ്പോൾ അത് 29-ലാവട്ടെ 34-ലാവട്ടെ പിന്നീട് സെൻസസിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പാൻഷൻ നടക്കുമ്പോൾ അത്തരം സീറ്റുകൾ അതിൽ വർദ്ധിപ്പിക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് നടപ്പിലാക്കാം. ഇതിൽ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എല്ലാവരും സംശയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് എന്നുള്ള ബോധ്യം ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ട്. ഞങ്ങൾ ആരും സ്ത്രീ സംവരണത്തിനെതിരല്ല, പക്ഷേ അതിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത്, കാരണം ഡീലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് അത്തരത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ ആർക്കാണ് അഡ്വാൻറ്റേജ് കിട്ടുക എന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ഇതൊക്കെ പൊതിഞ്ഞു പിടിച്ച് ഒരു സ്ത്രീ സംവരണത്തിന്റെ മറവിൽ നടത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യത്തെ നിശ്ചിതമായി എതിർക്കും. അതിൽ ഒരിക്കലും പ്രതിപക്ഷത്തെയോ കോൺഗ്രസിനെയോ നിങ്ങൾ സ്ത്രീ വിരുദ്ധരായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ശരി, അതാണ് കോൺഗ്രസിന്റെ പോയിന്റ്. ഇവിടെ ഡോക്ടർ മോഹൻ വർഗീസ്, ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ 2023 വനിതാ സംവരണ നിയമം പാർലമെന്റ് പാസ്സാക്കിയത്. അത് കഴിഞ്ഞ് 2024 ഏപ്രിൽ മെയ് മാസത്തിലാണ് തെരഞ്ഞെടുപ്പ്.
2023 പാസാക്കിയ നിയമം അനുസരിച്ച് നിലവിലെ 543 സീറ്റുകളിലെ 33% സ്ത്രീകൾക്ക് വേണ്ടി ഡെസിഗ്നേറ്റ് ചെയ്തിരുന്നെങ്കിൽ 2024 തന്നെ നടപ്പാക്കാമായിരുന്നു സ്ത്രീ സംവരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. പക്ഷേ 2029 തെരഞ്ഞെടുപ്പ് മുതൽ നടക്കട്ടെ എന്നാണ് അന്ന് തീരുമാനിച്ചത്. അപ്പോൾ എത്രമാത്രം ആത്മാർത്ഥത ഈ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട്. ഡീലിമിറ്റേഷൻ ജനസംഖ്യാനുപാതികമായി നടത്തുന്നത് നിർത്തിവെച്ചത് അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. പക്ഷേ അത് കഴിഞ്ഞ് അത് 25 വർഷത്തേക്കായിരുന്നു. ആ 25 വർഷം പൂർത്തീകരിക്കുമ്പോൾ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. വാജ്പേയി സർക്കാരും അടുത്ത 25 വർഷത്തേക്ക് കൂടി ഈ നമ്പർ കൂട്ടണ്ട, 1971 സെൻസസ് നമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ സംഖ്യയിൽ തന്നെ മണ്ഡലങ്ങൾ നിലനിൽക്കട്ടെ, ഒരു അനുപാതരാഹിത്യം വേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ ഇന്ദിരാഗാന്ധി മാത്രമല്ല വാജ്പേയിയുടെ കാലത്തും സമാനമായ നിലപാടാണ്. പക്ഷേ ഈ മോദിയുടെ കാലത്ത് 2026 അങ്ങനെ വീണ്ടും ഒരു 25 കൊല്ലം കൂടി ഈ നമ്പർ നിൽക്കട്ടെ എന്നൊരു തീരുമാനം ഉണ്ടാവില്ല എന്നുള്ളത് വ്യക്തമാണ്. ഒരു പാരഡൈം ഷിഫ്റ്റ് അവിടെ ദൃശ്യമാണല്ലോ. ഇത് രണ്ട് ചോദ്യങ്ങളാണ്. ഈ രണ്ട് ചോദ്യങ്ങളുടെ പിന്നിലും രാഷ്ട്രീയമുണ്ട്. ഒന്ന് വനിതാ സംവരണം. വനിതാ സംവരണം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത് നീട്ടിക്കൊണ്ടു പോകുന്നത് ന്യായമല്ല. പക്ഷേ വനിതാ സംവരണവും നിയോജക മണ്ഡലങ്ങളുടെ അതിർവരമ്പുകൾ പുനഃക്രമീകരിക്കുന്ന ഡീലിമിറ്റേഷൻ എക്സർസൈസും തമ്മിൽ ലിങ്ക്ഡ് ആണ് എന്നൊരു പ്രതീതി ജനിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 2023 വനിതാ സംവരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നടത്തിയെടുക്കാവുന്നതായിരുന്നു. അല്ല എങ്കിൽ 2029 തീർച്ചയായും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് നടത്താം. അതിന് മുൻപ് വേണമെങ്കിൽ സംസ്ഥാനങ്ങളുടെ കൺസെൻറ്റോടുകൂടി സംസ്ഥാന നിയമസഭയിലെ തെരഞ്ഞെടുപ്പ് നടത്താം. കാരണം നിയമം ഇവിടെ ഉണ്ട്. ആ നിയമം ഇനി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നതേ ഉള്ളൂ. പക്ഷേ ആ നിയമത്തിൽ ചില മാറ്റങ്ങൾ, ചില അമെൻമെൻറ്റുകൾ വരുത്തി ഇനി വരാൻ പോകുന്ന സെൻസസിൻ്റെ ഡേറ്റ എടുക്കാതെ ഇതിന് മുൻപുള്ള ഏറ്റവും അവസാനം പൂർത്തീകരിച്ച സെൻസസ് 2011 സെൻസസാണ്. അതിൻ്റെ ഡേറ്റ അനുസരിച്ച് സ്ത്രീ സംവരണമാകാം. അതുകൊണ്ട് ഇത് വൈകിപ്പോകില്ല. അല്ല എങ്കിൽ 2027 പൂർത്തീകരിക്കുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സെൻസസിൻ്റെ ഫലങ്ങൾ വെച്ചിട്ടാണ് എങ്കിൽ 2034 വരെ സ്ത്രീ സംവരണം നീണ്ടുപോകും. അതുകൊണ്ട് ഗവൺമെൻറ് ഒരു കൺസേൺ, വനിതാ സംവരണത്തിൽ ഒരു വലിയ കൺസേൺ എടുത്തുകൊണ്ട് നേരത്തെ തന്നെ അത് ശുഷ്കാന്തിയോടുകൂടി തന്നെ നേരത്തെ നടത്തുന്നു. ഇതാണ് പൊളിറ്റിക്കൽ നറേറ്റീവ്. ഇവിടെ എന്തുകൊണ്ട് ഈ തിടുക്കം, എന്തുകൊണ്ട് ഇപ്പോൾ എന്നതിൻ്റെ ചോദ്യം, കൃത്യമായ രാഷ്ട്രീയം അതിന് പിന്നിലുണ്ട്. ഒന്ന്, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നു. BJPക്ക് വലിയ ബാലികേറാമലയാണ് തമിഴ്നാട്. ബംഗാൾ റിയലിസ്റ്റിക്കലി ഭാരതീയ ജനതാ പാർട്ടി ബംഗാൾ ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയും. മമതാ ബാനർജിയുടെ സ്ത്രീ വോട്ട് ബാങ്ക് ഏതെങ്കിലും രീതിയിൽ ചെറിയ ഡെന്റ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ BJPക്ക് ബംഗാൾ ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ കടന്നു കയറാനൊക്കൂ. ആസാമിലും അതുപോലെ തന്നെയാണ് സ്ഥിതി. അവിടെ ഒരു വുമൺ വോട്ടർ എന്നത് ഒരുപക്ഷെ തമിഴ്നാട് BJP ഭരണത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഒരുപക്ഷെ DMKയ്ക്ക് ആയിരിക്കാം ADMKയേക്കാൾ, ADMK BJP സഖ്യത്തേക്കാൾ കൂടുതൽ എഡ്ജ്. അവിടെ ആ രീതിയിലുള്ളൊരു പോരാട്ടം ഒരുപക്ഷെ ഉണ്ടാവില്ല. വിജയിൻ്റെ പാർട്ടി എത്രത്തോളം ഫെയർ ചെയ്യുന്നു എന്നതനുസരിച്ചായിരിക്കും സീറ്റുകൾ ടാലി. പക്ഷേ ബംഗാൾ അങ്ങനെയല്ല. BJP sees a chance in winning Bengal. അങ്ങനെയെങ്കിൽ ഓൾ ഐസ് ഇൻ ടു കൽക്കട്ട. അപ്പം കൽക്കട്ട കേന്ദ്രീകരിച്ച് മമതാ ബാനർജി ശക്തമായ പ്രതിരോധമാണ് ഉയർത്തുന്നത്. അവിടെ ജനഹൃദയങ്ങളിൽ ഒരു സ്ഥാനമുണ്ടാകണമെങ്കിൽ വനിതാ സംവരണ വിധ തങ്ങളുടെ കാലത്ത് തങ്ങൾ വൈകിച്ചുകൊണ്ട്, പ്രതിപക്ഷങ്ങൾ ഓരോ കാരണം പറഞ്ഞുകൊണ്ട് വൈകിച്ചുകൊണ്ടിരിക്കുന്നു. തങ്ങൾ വളരെ നേരത്തെ തന്നെ ഇത് റെഡിയാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന നാററ്റീവ് കൊടുക്കുകയാണ്. പിന്നീടാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു വലിയ ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗമാണ് ഡീലിമിറ്റേഷൻ എക്സസൈസും വനിതാ റിസർവേഷൻ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഡീലിമിറ്റേഷൻ കൊണ്ട് എന്താ സംഭവിക്കുക? അവിടെ നിയോജക മണ്ഡലങ്ങളുടെ അതിർവരമ്പുകൾ കാലാകാലങ്ങളിൽ പുനഃക്രമീകരിക്കേണ്ടതാണ്. ഒരു 50 വർഷം കഴിഞ്ഞു. അവസാനം ചെയ്തത് 1971 ഓർക്കണം. 71 സെൻസസ് അനുസരിച്ച് ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ച് ഒരു ചിട്ടപ്പെടുത്തിയെടുത്ത അതിർവരമ്പുകൾക്ക് മാറ്റം വന്നേ തീരൂ. ജനസംഖ്യ ആനുപാതികമായിരിക്കണം റിസർവേഷൻ. അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഫെഡറൽ പാരിറ്റി, ഫെഡറൽ റെസ്പെക്ട്, നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ, ഈസ്റ്റേൺ ഇന്ത്യ, വെസ്റ്റേൺ ഇന്ത്യ, ഇങ്ങനെയുള്ള റീജിയൻസ് ഇതെല്ലാം തന്നെ ഒരു സമയത്ത് ഇതിൻ്റെയൊക്കെ പരിധിയിൽ വരുന്ന നാട്ടുരാജ്യങ്ങൾ, 560 പരം നാട്ടുരാജ്യങ്ങൾ ചേർന്ന്, ബ്രിട്ടീഷ് പ്രോവിൻസസും നാട്ടുരാജ്യങ്ങളും ചേർന്ന് ഒരു ധാരണയിലുണ്ടായ രാജ്യമാണ് ഭാരതം. അങ്ങനെ സ്വാതന്ത്ര്യം നേടി എന്ന് പറയുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിന് വലിയൊരു വില കൂടിയുണ്ട്. ഡീസെൻട്രലൈസ്ഡ്
ഫെഡറൽ ഡെമോക്രസിയാണ് ഇന്ത്യയുടെ ആത്മാവ്. അവിടെ ഓരോ റീജിയനും അതിൻ്റെതായ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ചില റീജിയൻ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, അവർ ചില ജനസംഖ്യാ നിയന്ത്രണം ഉൾപ്പെടെ വളരെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോയി. സദറൻ ഇന്ത്യൻ സ്റ്റേറ്റ്സ്, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, കർണാടക കൃത്യമായ ജനസംഖ്യാ നിയന്ത്രണം, അത് നടപടികളിലൂടെ ഗവൺമെൻറ്റുകൾ വളരെ ഉണർന്ന് പ്രവർത്തിച്ചു. വിദ്യാഭ്യാസമുള്ള ജനത അതിനുവേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ ജനസംഖ്യയെ പിടിച്ചു കെട്ടി. പക്ഷേ വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റിൽ പല കാരണങ്ങളാൽ ജനസംഖ്യ വർദ്ധിച്ചു. അങ്ങനെ ജനസംഖ്യ ആനുപാതികമായിട്ടാണ് ഡീലിമിറ്റേഷൻ നടക്കുന്നത് എങ്കിൽ നിലവിൽ ശ്രീ അമിത്ഷാ പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ സീറ്റുകളുടെ എണ്ണം അതുപോലെ തന്നെ നിൽക്കും. പക്ഷേ ഇപ്പോഴത്തെ സീറ്റുകൾ ഫ്രീസ് ചെയ്ത് സൗത്ത് ഇന്ത്യയിൽ നിർത്തുകയും കൂടുതൽ വരുന്ന സീറ്റുകൾ സിംഹഭാഗവും മഹാഭൂരിപക്ഷം വടക്കേ ഇന്ത്യൻ സീറ്റുകൾ, പ്രത്യേകിച്ച് ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ ഒക്കെ സംസ്ഥാനങ്ങളിൽ BJPക്ക് കാര്യമായ മേൽക്കൈയുള്ള സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ തന്നെ. അവിടങ്ങളിലേക്കാണ് കണ്ണെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം മറ്റൊന്നാകും. ഭാവിയിൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് സൃഷ്ടിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാനാവില്ല. കോൺഗ്രസിനോ ഇടതുകക്ഷികൾക്കോ മറ്റ് സൗത്ത് ഇന്ത്യൻ പാർട്ടികൾക്കോ ഒന്നും തന്നെ പോകാനാവില്ല. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഫെഡറൽ അറേഞ്ച്മെന്റ് ഉണ്ടാകണം. നിലവിലുള്ള ബാർഗെയിനിങ് പവർ, പർച്ചേസിംഗ് പവർ, സ്റ്റേക്ക് നിലനിർത്താൻ കഴിയുന്ന രീതിയിൽ ഒരു പുനഃസംഘടന ഉണ്ടാകണം എന്നത് ന്യായമായ ആവശ്യമാണ്. ദക്ഷിണേന്ത്യയുടെ ആവശ്യം മാത്രമല്ല, കോൺഗ്രസിൻ്റെയോ പ്രതിപക്ഷ കക്ഷികളുടെയോ ആവശ്യമല്ല. ഫെഡറൽ അമിറ്റി നിലനിർത്തുന്നതിന് അത് ആവശ്യമായി വരും. അതിന് സങ്കീർണമായ ചർച്ചകൾ നടത്തേണ്ട സമയത്ത് പെട്ടെന്ന് സ്ത്രീ സംവരണത്തിന്റെ മറവിൽ ഇങ്ങനെ ഒരു ലെജിസ്ലേഷൻ കൂടി, ഡീലിമിറ്റേഷൻ കമ്മീഷനെ കൂടി നിയമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു ഫെഡറൽ ചിത്രമായിരിക്കും ഇന്ത്യ കാഴ്ചവെക്കാൻ. വളരെ വാലിഡ് പോയിന്റ് ആണത്. കേണൽ എസ് ദിന്നി, ഇത് വളരെ ഗൗരവതരമായ വിഷയമാണ്. നമ്മുടെ രാഷ്ട്രീയത്തെയും അതുപോലെ തന്നെ അധികാര ഘടനയും സംബന്ധിച്ച് നോക്കൂ. കേരളത്തിന്റെ പ്രാതിനിധ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോക്സഭയിൽ 2.6% ചുരുങ്ങുമ്പോൾ ഉത്തർപ്രദേശിന്റെയും ബീഹാറിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള സ്ട്രെങ്ത് എന്ന് പറയുന്നത് 26%. 26%. ഈ ഫെഡറൽ ബാലൻസ് എന്നൊരു സാധ്യതയില്ലേ, അതെവിടെ? കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ തീർത്തും അപ്രസക്തമാവുന്ന, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പിൽ ഒരു തരത്തിലുള്ള സ്ഥാനവുമില്ലാതെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ മാറുകയാണ്. എന്തുകൊണ്ട്? ഇവിടെ ജനസംഖ്യാ നിയന്ത്രണം വളരെ ഫലപ്രദമായി നടപ്പാക്കിയതുകൊണ്ട്, നമ്മുടെ സാമൂഹ്യ പുരോഗതി ഉയർന്നതായതുകൊണ്ട്, കേരളത്തിൻ്റെയും മറ്റ് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളുടെയും സാമൂഹ്യ പുരോഗതി ഉയർന്നു നിൽക്കുന്നത് അവിടുത്തെ സർക്കാരുകളുടെ പെർഫോമൻസിന്റെ ഗുണം കൊണ്ടുകൂടിയാണല്ലോ. അപ്പോൾ നന്നായി പെർഫോം ചെയ്ത ആളുകളെ പണിഷ് ചെയ്യുക, മോശം പെർഫോമൻസും കൊണ്ട് ജനസംഖ്യയും ഈ പറയുന്ന അസമത്വവും ഒക്കെ വർദ്ധിച്ചിരിക്കുന്ന സ്ഥലങ്ങൾക്ക് റിവാർഡ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ യാതൊരു യുക്തിയില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണല്ലോ 50 കൊല്ലമായിട്ട് ജനസംഖ്യാനുപാതികമായിട്ട് ഡീലിമിറ്റേഷൻ നടക്കാത്തത്. അപ്പൊ ഇപ്പോ ഈ പറയുന്ന ബാലൻസിനെ തെറ്റിക്കുകയാണ്. എന്തിന്? ശ്രീ അഭിലാഷ്, ഇത് വളരെ തെറ്റുതരമായിട്ടുള്ള ഒരു നരേറ്റീവിലേക്കോ അല്ലെങ്കിൽ ഇതിന്റെ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഒരു കാരണവശാലും ആരുടെയും സീറ്റ് കുറയുന്നില്ല. 50% സീറ്റ് എല്ലാ സ്റ്റേറ്റ്സിലും ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. അത് റിലേറ്റീവ് വെയിറ്റേജ് സെയിം ആയിരിക്കും എല്ലാ സ്റ്റേറ്റിനും. അതായത് കേരളത്തിൽ ഇപ്പോൾ 20 ലോക്സഭാ സീറ്റ് ഉണ്ടെങ്കിൽ അത് 30 ആവും. തമിഴ്നാടിന് 39 ഉണ്ടെങ്കിൽ അത് 59 ആവും. UP-യിൽ 80 ആണെങ്കിൽ അത് 120 ആവും. അപ്പോൾ ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെയും സീറ്റ് കുറയോ അല്ലെങ്കിൽ ആ ഫെഡറൽ തകർച്ചയോ ഒന്നും നടക്കാൻ പോകുന്നില്ല. അത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അത് മനസ്സിലാക്കുക. അത് എൻഷുർ ചെയ്തിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ജനുവരി മാസത്തിൽ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറേഷി പറയുന്ന കണക്ക് എന്ന് പറയുന്നത് ഈ വലിയ ഇംബാലൻസിന്റെ കണക്കാണ്. ഞാൻ നേരത്തെ ഒരു കണക്ക് പറഞ്ഞല്ലോ, 80 എന്നുള്ളത് 150 ആവുകയും UP 80 150 ആവുകയും ബീഹാർ 40 80 ആവുകയും ചെയ്യുമ്പോൾ കേരളം 20-22 ആവുകയാണ്. എന്തായാലും നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ഇനി അതല്ല, ഈ പറഞ്ഞ എല്ലാ സ്റ്റേറ്റുകൾക്കും റിലേറ്റീവ് ഷെയർ ഉറപ്പ് നൽകുന്ന വിധത്തിലാണെങ്കിൽ അത് ഈ പ്രതിപക്ഷ കക്ഷികളെ ബോധ്യപ്പെടുത്തിയാൽ പോരെ? അതെ, അതല്ല ചെയ്യാൻ പോകുന്നത്. 16, 17, 18 ഈ പ്രതിപക്ഷ കക്ഷികൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള തന്നെയാണല്ലോ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ, ഇനി എവിടാണ് ആക്ച്വൽ ഇംബാലൻസ് ഞാനൊന്ന് പറയട്ടെ. നമ്മളെ 2008 കേരളത്തിൽ ഡീലിമിറ്റേഷൻ നടന്നായിരുന്നല്ലോ. കേരളത്തിൽ ഡീലിമിറ്റേഷൻ നടന്നു പത്തനംതിട്ടയ്ക്ക് 8 നിന്ന് 5 സീറ്റായിട്ട് കുറഞ്ഞു. മലപ്പുറത്ത് 12 നിന്ന് 16 സീറ്റിലേക്ക് കൂടി. ഇവിടെ എന്തെങ്കിലും കലാപം നടന്നോ? ഇവിടെ ആരെങ്കിലും ചോദ്യം ചെയ്തോ? അന്ന് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരു പത്തനംതിട്ട നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടാണ് അവരെ പിടിച്ചു മാറ്റിയത് അല്ലെങ്കിൽ അവരെ പുറകിലോട്ടാക്കിയെന്ന്. അവർക്ക് എന്താണ് പണിഷ്മെന്റ് കൊടുത്തത്? ആരെങ്കിലും ചോദിച്ചോ? അപ്പൊ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇതാണ്.
പത്തനംതിട്ടയ്ക്ക് പ്രശ്നം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ സ്റ്റേറ്റിൽ 50% എന്ന് പറയുന്ന രീതിയിൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ആരുടെയും സീറ്റ് കുറയത്തില്ല. പക്ഷെ ഇവിടെ വന്ന് ചർച്ച ചെയ്യുമ്പോൾ എന്താണ്, ഏതോ ഫെഡറലിസം തകരാൻ പോകുന്നു, അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ധ്വംസനം, ഇങ്ങനത്തേക്കുള്ള കാര്യം നരേറ്റീവ്സിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ തെറ്റാണ്. ഒരു കാരണവശാലും ഒരു സ്റ്റേറ്റിന്റെയും അവർ നല്ല പെർഫോമൻസ് കാരണം അവർക്ക് പണിഷ്മെന്റ് കിട്ടത്തില്ല എന്നുള്ളത് നേരത്തെ അതാണ് നിയമനിർമ്മാണമായി വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഫെയർ. നോക്കൂ, ഈ ആശങ്ക ഇത് ആദ്യമായിട്ട് ആരും പ്രകടിപ്പിക്കുന്നതല്ല. ഈ തവണ ജനസംഖ്യാനുപാതികമായിട്ടായിരിക്കും ഡീലിമിറ്റേഷൻ എന്ന ആ ചർച്ച വന്നത് മുതൽ തമിഴ്നാടിന്റെ അന്നത്തെ ധനമന്ത്രിയായിരുന്ന പളനിവേൽ ത്യാഗരാജൻ ട്രിവാൻഡ്രത്ത് കാഫെസ്റ്റിന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ക്രക്സ് ഇതായിരുന്നു. ശശി തരൂർ തിരുവനന്തപുരം MP അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതായിരുന്നു. ഈ തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി ജനസംഖ്യയെ മാത്രം അനുപാതത്തിലാക്കിയാണ് ഡീലിമിറ്റേഷൻ എങ്കിൽ ഉത്തർപ്രദേശിന്റെയും ബീഹാറിന്റെയും അതുപോലെ ഹിന്ദി ബെൽറ്റിലെ സ്റ്റേറ്റുകളുടെയും ലോക്സഭാ ഷെയർ വളരെ കൂടുകയും കേരളമടക്കമുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഷെയർ വളരെ കുറയുകയും ചെയ്യുമ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ മാപ്പിൽ പ്രസക്തമാവും. അതിനെ അഡ്രസ് ചെയ്യൂ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. അത് അഡ്രസ് ചെയ്യുന്നുണ്ട് എന്ന് താങ്കൾ പറയുന്നു. ഓക്കെ, ആ വാദം ഞാൻ ഇപ്പോൾ കേൾക്കാണ്. ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കാം. പക്ഷെ അത് എൻഷുർ ചെയ്യാതെയുള്ള ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് തെറ്റാണെന്നുള്ള കാര്യം അങ്ങ് അംഗീകരിക്കുമല്ലോ. അങ്ങനെ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കുക, ഈ പ്രധാനമന്ത്രി മോദിയെ കുറിച്ച് നിങ്ങൾ കുറച്ചുകൂടെ പഠിക്കണം. അതായത് നോർത്ത് സൗത്ത് ഡിവൈഡ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഇടതുപക്ഷവും ഈ ഭാരതത്തിനെ ഇല്ലാതാക്കാനുള്ള കുറെ ടീമുകളുണ്ട്. അവർക്കാണ് ഈ കട്ടിംഗ് സൗത്തിനെ മാറ്റാണെന്നുള്ളത്. ഭാരതത്തിന്റെ ഈ സംസ്കാരവും സൗത്ത് സംസ്കാരവും നോർത്ത് സംസ്കാരവും ഇവിടുത്തെ തമിഴ് സംസ്കാരവും UP സംസ്കാരവും ഇതെല്ലാം ഒത്തുചേർന്ന് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ, ഇത് ആർക്കും അറിയാത്ത കാര്യമാണ്, രാഷ്ട്രീയപരമായിട്ട് അപ്രസക്തമാക്കുന്ന രീതിയിലേക്ക് ഡീലിമിറ്റേഷൻ ചെയ്യാൻ സാധിക്കുമോ? അതെന്ത് ഒരു യുക്തിയില്ലാത്ത കാര്യമല്ലേ അത്? അങ്ങനെ നടക്കുമോ? എപ്പോഴും അങ്ങനെ ഒന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ട് ഒരു റാലിയിൽ പറഞ്ഞല്ലോ, ഒരു കാരണവശാലും ഒരു സീറ്റും ആരുടെയും കുറയത്തില്ല. അപ്പൊ ആ രീതിയിലുള്ള വെയിറ്റേജിന്റെ പെർഫോമൻസ് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. അതൊന്ന്. അപ്പൊ രണ്ടാമതായിട്ട് നേരത്തെ എനിക്കൊന്ന് അഡ്വക്കേറ്റ് ആതിര എന്ന് പറഞ്ഞു, അതായത് 5 കസേര ഇട്ടിട്ട് അതിനകത്ത് 2 കസേര സ്ത്രീകൾക്ക് കൊടുക്കുന്നു, അത് ആ രീതിയിൽ ശരിയല്ല എന്നുള്ളത്. എൻ്റെ മാഡം, ഞാൻ വളരെ ഹമ്പിളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്, അറ്റ്ലീസ്റ്റ് നമ്മൾ 5 കസേര കൊണ്ടുവന്ന് ഇട്ടിട്ട് അതിനകത്ത് സ്ത്രീകൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് പറയുന്നു. നിങ്ങൾ ഭരിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് കസേര പോയിട്ട് നിങ്ങൾ അതിനകത്ത് പോലും കേട്ടാൽ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. നിങ്ങളെ ഈ ഒരു എത്ര പ്രാവശ്യമാണ് ഇവിടെ കോൺഗ്രസിന്റെ സ്ത്രീകൾ എത്രമാത്രം ഇപ്പൊ ഈ 2026 ഇപ്പോഴത്തെ ഇലക്ഷൻ നടന്നപ്പോഴും ഇവിടെ സ്ത്രീകൾക്ക് വേണ്ട രീതിയിലുള്ള കൊടുത്തിട്ടുണ്ടോ? അത്രയും നാഷണൽ ആവറേജ് വെച്ച് നോക്കിയാൽ നിങ്ങളുടെ കുറവല്ലേ ഇപ്പോഴും? അത് മാഡത്തിന് സോറി CPMന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് രണ്ടുപേരുടെയും കാര്യം പറയാണ്. രണ്ടുപേരുടെയും സ്ത്രീകളുടെ ശതമാനം എത്ര പേർക്കാണ് കാൻഡിഡേറ്റ്സ് കൊടുത്തത്? എത്ര പേരാണ് അത് ജയിച്ചു വരാൻ പോകുന്നത്? എത്ര പേർക്കാണ് മന്ത്രിയാവാൻ സാധിക്കുക? എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു മുഖ്യമന്ത്രി ആക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ സ്വന്തമായി ആദ്യം ഒന്ന് നിങ്ങളെ നോക്കിയിട്ട് അതിനെ ചോദ്യം ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാതെ ആരെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവരുമ്പം അതിനെ ഇത് ഇങ്ങനല്ല. ഈ മാഡത്തിന് അറിയാമായിരിക്കും 1996 തൊട്ട് ശരത് യാദവ് ആയാലും ശരി, മുലായം സിംഗ് യാദവ് ആയാലും ശരി, ഇവരൊക്കെ എന്ത് ന്യായം പറഞ്ഞിട്ടാണ് ഇതിനെ തടഞ്ഞുകൊണ്ടിരുന്നത്? പല മുടന്തൻ ന്യായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഇത് ശരിയാവത്തില്ല, ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന്. അതിനെയൊക്കെ മാറ്റിക്കൊണ്ടുള്ള ഒരു ഇനിഷ്യേറ്റീവായിട്ട് വരികയാണ്. അപ്പൊ ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. നമ്മളാരും പറയുന്നതല്ല, അത് ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ട് ഡീലിമിറ്റേഷൻ പ്രോസസ് വേണമെന്ന്. 1971 സെൻസസിൽ 76ന്റെ ആക്ട് പ്രകാരം നമ്മളത് ഫ്രീസ് ചെയ്തു. കറക്റ്റാണത്. പക്ഷെ അതൊരു ഭരണഘടന നിർബന്ധമാണ്. അത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിയുടെ നിർബന്ധമല്ല ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഡീലിമിറ്റേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് തന്നെ ഇതും വരും. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നേട്ടം ഇപ്പം പറയാണ് ഉടനെ. ഇനിയിപ്പോ ഈ ഇലക്ഷൻസ് മുമ്പ് നോക്കൂ, തമിഴ്നാടും വെസ്റ്റ് ബംഗാളും BJP ഭരിക്കുന്ന സ്റ്റേറ്റ്സ് ആണോ? അല്ല. BJPക്ക് അവിടെ നഷ്ടപ്പെടാൻ എന്താണുള്ളത്? അവിടെ ഭരിക്കുന്ന സ്റ്റേറ്റ് അല്ല. ഇനി ഭാരതത്തിലെ ഏതെങ്കിലും ഒരു 6 മാസത്തിനുള്ളിൽ എവിടെയെങ്കിലും ഇലക്ഷൻ നടക്കത്തില്ല എന്ന് ശ്രീ അഭിലാഷിന് അറിയാമല്ലോ. ഇത് കഴിഞ്ഞ് അടുത്ത വരാൻ പോകുന്ന വമ്പൻ ഇലക്ഷൻ UP ഇലക്ഷൻസ് ആയിരിക്കും. ഈ വർഷത്തിന് അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കത്തിൽ UP ഇലക്ഷൻ വരും. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് കൊണ്ടുവന്നാൽ പറയും UP ഇലക്ഷൻസിനെ ബാധിക്കാൻ വേണ്ടിയാണെന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ മധ്യപ്രദേശിന് ഇലക്ഷൻ വരും. അങ്ങനെ വന്ന് 2029 അസംബ്ലി ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷൻ വരും. അപ്പൊ ഇലക്ഷൻസിനെ നോക്കിയിട്ടല്ല ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ബില്ല്, ഇത്രയും പ്രാധാന്യമുള്ള ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബില്ല് കൊണ്ടുവരുന്നത്. അതിനെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യണം. യെസ്, ആ ഒരു ക്രെഡിറ്റ് ഓപ്പോസിഷന് കൊടുക്കാം. ഡെഫിനറ്റ്ലി ഞങ്ങളും പറഞ്ഞിരുന്നു അത് മുമ്പ് കൊണ്ടുവരണമെന്ന്. അത് പ്രൈം മിനിസ്റ്റർ മോദി തന്നെ പറഞ്ഞല്ലോ. ഈ ഒരു ക്രെഡിറ്റിന്റെ ഇഷ്യൂ ഇല്ല. ഈ ബില്ല് എല്ലാവർക്കുമുള്ള ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് ഇതിനെ ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ട് നോക്കാതെ ഇത് നമ്മുടെ ഭാരതത്തിന് ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സ്ത്രീ സമത്വം. നമ്മൾ നോക്കൂ, ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം ശ്രീ അഭിലാഷ്. ഇവിടെ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ എല്ലാവർക്കും
സൗജന്യമായിട്ട് KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളെ കാഴ്ചപ്പാട് അതല്ല. ഈ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് KSRTC ബസ് ട്രാവൽ ചെയ്യുന്നതല്ല, KSRTC മിനിസ്റ്റർ ആക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആ KSRTC മിനിസ്റ്റർ, ഗതാഗത വകുപ്പ് മന്ത്രിയാക്കാനാണ് ഈ ഒരു ശ്രമം നടക്കുന്നത്. ഇങ്ങനത്തെ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ നാളെ ഗതാഗത വകുപ്പ് മന്ത്രി ഒരു സ്ത്രീയാവും, ഹോം മിനിസ്റ്റർ ഒരു സ്ത്രീയാവും, ഫിനാൻസ് മിനിസ്റ്റർ ഒരു സ്ത്രീയാവും, ഈ പാനലിരിക്കുന്ന ചിലപ്പോൾ ആ 2 സ്ത്രീകളും ചിലപ്പോൾ മന്ത്രിമാരാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടോട് നോക്കുക, ടെക്നിക്കലായിട്ടുള്ള രീതിയിലേക്ക് മാത്രം നോക്കരുത് എന്നുള്ള ടെക്നിക്കലായ രീതിയിൽ നോക്കരുത് എന്നുള്ളതാണ് BJPയുടെ വാദം. ഓക്കെ, അഡ്വക്കേറ്റ് PM ആതിര, എന്തായാലും 2023 നാരി ശക്തി വന്ദൻ നിയമം വന്നു. 33% സംവരണം എന്നുള്ളത് ഭരണഘടനയുടെ മാൻഡേറ്റായി മാറി. 2029 അത് കൊടുക്കുകയും വേണം. ഈ നിയമം നിലവിൽ വന്നിട്ട് 3 വർഷം കഴിഞ്ഞു. സ്വമേധയാ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പരിശോധന കൂടി നടത്തണമല്ലോ. ഇപ്പം നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കേരളത്തിലെ ഏതെങ്കിലും മുന്നണി 10% കൂടുതൽ സീറ്റിൽ, 33 പോട്ടെ, 10 മുകളിൽ 2 അക്ക സംഖ്യയിൽ സ്ത്രീകൾക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇത് നിയമം വഴി നിലവിൽ വന്നാൽ മാത്രമേ ഏത് പുരോഗമന പാർട്ടി ആയാലും ആ നിലയ്ക്കുള്ള സമീപനം സ്വീകരിക്കൂ എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ പരസ്പരം കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ള പ്രശ്നം കൂടി അവിടെ ഉണ്ട്. അല്ല, തീർച്ചയായും ഇതൊരു നിയമം മൂലമല്ലാതെ സാധിക്കില്ല എന്നുള്ളത് എത്രയോ കാലമായി നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതല്ലാതെ സ്വമേധയാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്ത്രീകളുടെ പങ്കാളിത്തം രാഷ്ട്രീയത്തിനകത്ത്, തെരഞ്ഞെടുപ്പിനകത്ത് വർദ്ധിപ്പിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാലം കൊണ്ട് തന്നെ. അതിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പലപ്പോഴും വിജയസാധ്യത മാത്രം ഒരു പരിഗണനാ വിഷയമായിട്ട് വരുന്ന ഘട്ടത്തിൽ പലപ്പോഴും ഈ പറയുന്ന വിധം സ്ത്രീ പങ്കാളിത്തം എന്നുള്ളത് പിറകോട്ട് പോകുന്നു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളിൽ തോറ്റുപോയ 2 സ്ഥാനാർത്ഥികളെ പരിശോധിക്കുമ്പോൾ ഒന്ന് ഷാനിമോൾ ഉസ്മാനായിരുന്നു പരാജയപ്പെട്ടത്, മറ്റൊന്ന് രമ്യ ഹരിദാസ് ആയിരുന്നു പരാജയപ്പെട്ടത്. കോൺഗ്രസ്സിന് അനുകൂലമായൊരു വൻ തരംഗം കേരളത്തിനകത്ത് വന്നപ്പോഴും സ്ത്രീകളായ 2 പേർ പരാജയപ്പെടുന്നു എന്നുള്ളത്, ഇതിൽ നിന്നൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ ജയസാധ്യത പരിശോധിക്കുമ്പോൾ പലപ്പോഴും സ്ത്രീകൾക്ക് ജയസാധ്യത കുറവ് എന്നുള്ളൊരു ഇതിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. അതിനെയും മറികടന്ന് അതിനേക്കാൾ മുന്നോട്ട് രാഷ്ട്രീയത്തിലേക്കൊക്കെ വന്നത് അത്രയും പ്രതിസന്ധികളോട് പൊരുതി മുന്നോട്ട് വരാൻ കഴിഞ്ഞ സ്ത്രീകൾക്ക് മാത്രമേ അങ്ങനെ അല്ലാതെ ഒരു പിടിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്കുള്ള സ്ത്രീകളായിട്ട് കരുതുന്നുള്ളൂ. ആ വിമർശനം അവിടെ ഉണ്ട്. പക്ഷേ അതിനെ മറികടക്കുന്നതിന് വേണ്ടി തന്നെയാണ് വിമൻ റിസർവേഷൻ. നമുക്കറിയാലോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കകത്ത് സ്ത്രീ റിസർവേഷൻ നടപ്പിലാക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രാദേശിക ഭരണ സംവിധാനത്തിൽ എത്ര സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്? 1 സ്ത്രീ, കൂടിപ്പോയ 2 സ്ത്രീ, അതിനപ്പുറത്തേക്ക് ഉണ്ടായിരുന്നില്ല. അതിനപ്പുറം പകുതിയിലധികം ആളുകൾ വരാൻ നിയമം തന്നെ വേണം. കാരണം നമ്മുടെ നാടും നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ അങ്ങേയറ്റം പിതൃദായക മൂല്യക്രമത്തിനകത്ത് ഊന്നി നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അതിനെ മുറിച്ച് കടക്കാൻ പറ്റും വിധം നമ്മുടെ നാടിപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ നിയമം സംവരണവും പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പറയുന്ന കോൺഗ്രസ് അധികാരത്തിലിരുന്ന കാലത്ത് ഡീലിമിറ്റേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഇത് നടപ്പിലാക്കാനൊക്കെ കഴിയുമായിരുന്നൊരു കാലത്ത് ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. പാർലമെൻറ്റിനകത്ത് എത്ര പ്രാവശ്യമാണ് ഈ ബില്ല് കൊണ്ടുവന്ന് പ്രഹസനം പോലെ അവതരിപ്പിച്ചിട്ട് പോയി കളഞ്ഞത്. എത്രയോ മുമ്പേ വരേണ്ടുന്നൊരു സംവരണം ഇക്കാലം അത്രയും അത് നടപ്പിലാക്കാതെ ഇരിക്കാനുള്ള സാങ്കേതികത്വം പറഞ്ഞ് ഇവിടം വരെ എത്തിച്ചത് കോൺഗ്രസ് എത്രമാത്രം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. ഇന്നിപ്പോൾ സോണിയാഗാന്ധിയുടെ വിമർശനമൊക്കെ വളരെ ക്രിയേറ്റീവും കൺസ്ട്രക്റ്റീവായിട്ടുള്ള വിമർശനം സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതിങ്ങനെ ആക്കി തീർക്കുന്നതിൽ കോൺഗ്രസ് വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതൊന്നുമല്ല. അപ്പോൾ ആ വിമർശനം കോൺഗ്രസും ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. അവർക്ക് വലിയ മെജോറിറ്റി ഉണ്ടായ കാലത്ത് പോലും എന്തുകൊണ്ടാണ് വനിതാ സംവരണം ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് കൊണ്ടുവരാൻ സാധിക്കാതെ പോയി? ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, നമ്മളിപ്പോൾ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന വനിതാ സംവരണത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നു. പാർലമെൻറ്റിനെ അകത്തും അത് അംഗീകരിക്കാൻ നിന്നു. വനിതാ സംവരണത്തിന് ഇനി ഒരു കാലത്തും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിർക്കാനോ ഇവിടുത്തെ ഒരാൾക്കും ഉള്ളിൽ എതിർപ്പുണ്ടെങ്കിലും പുറമെ പ്രകടിപ്പിക്കാനോ കഴിയാത്തൊരാശയം തന്നെയാണ് വനിതാ സംവരണം എന്നുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് അതിനെ മറയാക്കിയിട്ട് ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന, ഈ നേരത്തെ അഭിലാഷ് എന്നെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് പല മേഖലകളെയും മായ്ച്ചു കളയും വിധമുള്ള ഒരു ഡീലിമിറ്റേഷനിലേക്ക് ഫെഡറൽ സംവിധാനം
സംവിധാനത്തെ അട്ടിമറിക്കുന്ന ഒരു ഡീലിമിറ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പം അതിൻ്റെ മുന്നിൽ ഒരു പഞ്ചസാര കൂട്ടുപോലെ മുന്നിൽ അകത്തുള്ള കയ്പ് ജനത്തെ അറിയിക്കാൻ വേണ്ടി പുറമെ കയ്യടി വാങ്ങുന്നതിന് വേണ്ടി മാത്രമാണ് വനിതാ സംവരണം എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞല്ലോ, BJPയുടെ പ്രതിനിധി പറഞ്ഞല്ലോ, അങ്ങനെ ആരും ഇല്ലാണ്ടായി പോവില്ല, അങ്ങനെ ആരും മാഞ്ഞു പോവില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് പൗരത്വ നിയമ ഭേദഗതി വരുന്ന സമയത്തും പറഞ്ഞത് എന്താണ് പറഞ്ഞത്? ആരെയും എക്സ്ക്ലൂഡ് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ആരെയൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തു എന്നുള്ള ഇത് നമ്മൾ കണ്ടല്ലോ. അപ്പം ഈ ഹിഡൻ അജണ്ട ഇല്ലാത്ത ഒന്നാണ് BJP എന്ന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ജനാധിപത്യത്തെ ഒബ്സർവ് ചെയ്യുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അങ്ങ് കണ്ണുമടച്ച് വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഞാൻ ചോദിക്കുകയാണ്, ഡീലിമിറ്റേഷനിലേക്ക് പോവാതെ, അതും 2011 സെൻസസ് വെച്ചിട്ടുള്ള ഡീലിമിറ്റേഷനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. പുതിയ സെൻസിലേക്ക് എത്തുന്നില്ല, അതിലേക്ക് വരുന്നില്ല. എന്തായാലും 2011 സെൻസസിൻ്റെ ഡീലിമിറ്റേഷൻ ഇല്ലാതെ വനിതാ സംവരണം നടപ്പിലാക്കുന്നതിന് എന്ത് തടസ്സമാണ്, നിയമ തടസ്സമാണ്, എന്ത് ഭരണഘടനാപരമായിട്ടുള്ള തടസ്സമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്? അങ്ങനെ സീറ്റ് കൂട്ടിയിട്ട് മാത്രം കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നാണ് സ്ത്രീ സംവരണം എന്നുള്ളത്. എത്രമാത്രം സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന ഒന്നാണെന്നുള്ളതും കൂടി. ഇത് ഡീലിമിറ്റേഷൻ അതല്ലാതെ നടത്തണം, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. അതും വനിതാ സംവരണം തമ്മിൽ കൂട്ടിച്ചേർക്കുന്നത് എന്തിന് എന്നുള്ളതിന് ഒരു രാഷ്ട്രീയ വിശദീകരണം തരാൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റിനോ BJPക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അതിനെ മറയാക്കിയിട്ട് അതിന്റെ അടിയിൽ കൂടെ ഡീലിമിറ്റേഷൻ നടപ്പിലാക്കി രാഷ്ട്രീയ ഇന്ത്യ അട്ടിമറിച്ച് ജനാധിപത്യ അട്ടിമറിക്കാനുള്ള ലക്ഷ്യം. അതിന് ഷുഗർ കോട്ട് ചെയ്യൽ മാത്രമാണ് വനിതാ സംവരണം എന്നുള്ളതാണ് കാര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ നിലപാട്. ശ്രീമതി സോയ ജോസഫ്, നിരവധി വിഷയങ്ങൾ, പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളുള്ള പാർലമെന്റ് പ്രത്യേക സമ്മേളനമാണ് വരാൻ പോകുന്നത്. വനിതാ സംവരണം, ഡീലിമിറ്റേഷൻ, ഒപ്പം ഇനി വളരെ കാലമായി അജണ്ടയിലുള്ള ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എപ്പോൾ നടപ്പാകും എന്നുള്ളതിന്റെ പ്രഖ്യാപനം വരുമോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ 2029 പുതിയ മണ്ഡലങ്ങളോടുകൂടിയ, പുതിയ നിയമസഭാ ലോക്സഭാ മണ്ഡലങ്ങളോട് കൂടിയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാം. ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന ഗവൺമെന്റ് 3 വർഷമേ ഭരിക്കൂ, അത് കഴിഞ്ഞ് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകണം. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഉടച്ചു വാർക്കുകയാണ് എന്ന സംശയം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടോ? അല്ല, അത് അത്തരത്തിൽ സംശയിക്കേണ്ട ഒന്നാണ് എന്ന് എല്ലാ ഘട്ടത്തിലും പറഞ്ഞു വെക്കേണ്ടതില്ല. പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവണം, അതിനൊന്നും എതിർക്കേണ്ട കാര്യമില്ല. വനിതാ സംവരണം ഉൾപ്പെടെയുള്ളത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അത് എല്ലാ കാലത്തും ഈ പറഞ്ഞതുപോലെ നിയമം മൂലം മാത്രം നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നായിട്ടാണ് അതിപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നത്. അല്ലാതെ ഒന്നും അത് നടപ്പിലാക്കുന്ന യാതൊരു സംവിധാനവും ഇല്ല. ഒരു സ്വയം വിമർശനാത്മകമായി തന്നെ പറയാൻ കഴിയും. ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ നമുക്കറിയാലോ, നമ്മളിവിടെ വന്നിരുന്ന് പിന്നെ കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കാനൊന്നും കഴിയില്ല. എത്ര പേർ മത്സരിച്ചു എന്നും എന്താണ് അതിൻ്റെ സ്ഥിതി എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ BJPയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ BJPയുടെ ഇപ്പോൾ സംസ്ഥാന തലത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP എത്ര വനിതാ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയതെന്നുള്ള കണക്ക് നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ആരും വ്യത്യസ്തരല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അത് ഞാൻ എൻ്റെ വളരെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ എനിക്കതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അതിന് നിയമം മൂലം തന്നെ മാറ്റണം എന്നുള്ളത് തന്നെയാണ്. കാരണം അത്തരം ഒരു സ്ഥിതിയിലാണ് ഈ സമൂഹത്തിൻ്റെ സംവിധാനം എന്നുള്ളത്. പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതിൽ യാതൊരു തെറ്റും കാണേണ്ടതില്ല. അതെല്ലാ കാലത്തും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പം പഞ്ചായത്ത് രാജ് നിയമം നടപ്പിലാക്കുകയും പിന്നീട് അതിൻ്റെ ഭാഗമായി പിന്നെ വനിതാ സംവരണം ലോക്കൽ ബോഡീസ് തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ അതൊക്കെ ഏറ്റവും പോസിറ്റീവായി ഈ സമൂഹത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള രാഷ്ട്രീയ രംഗത്തേക്ക്, പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്രയോ സ്ത്രീകളെ കൊണ്ടുവന്നിട്ടുള്ളൊരു വലിയ തീരുമാനമായി അത് മാറി. പിന്നീട് നമുക്കിങ്ങോട്ട് കാരണം ഒരു സ്ത്രീപക്ഷ രീതിയിലേക്ക്, അല്ലെങ്കിൽ സ്ത്രീകളെ കുറെ കൂടെ സോഷ്യലി ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ പൊതുപ്രവർത്തന രംഗം മാറിയത് ആ ഒരു നിയമം മൂലമാണ്. അപ്പോൾ ഇത്തരത്തിൽ അതാ ലോക്കൽ ബോഡി എന്ന് പറയുന്ന വളരെ ചെറിയ താഴെത്തട്ടിലുള്ള ആ ഇടത്തിൽ നിന്ന് കുറെ കൂടെ നിയമനിർമ്മാണ സഭകളിലേക്കും പാർലമെന്റിലേക്കും ഒക്കെ ഇത് കടന്നു വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. അതിപ്പം അതെല്ലാ തെരഞ്ഞെടുപ്പിന്റെ ചെലവും അല്ലെങ്കിൽ അതിൻ്റെ പല കാര്യങ്ങളും ഒക്കെ പരിഗണിക്കുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. പക്ഷേ അത് നടപ്പിലാക്കുമ്പോൾ ഏറ്റവും നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഒരു ഫെഡറൽ സംവിധാനങ്ങളെ തകർക്കുന്ന രീതിയിലേക്ക്, കാരണം ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഭരണഘടനയുടെ ആദ്യ വാചകം തന്നെ പറഞ്ഞു വെക്കുന്നത് അതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ നേരത്തെ BJPയുടെ പ്രതിനിധി പറഞ്ഞു വെച്ചതുപോലെ ഒരു ജനസംഖ്യ കണക്കനുസരിച്ച് മാത്രം നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ കീറിമുറിക്കൽ. അത് പിന്നീട് അത് പല ഘട്ടങ്ങളിലും വാജ്പേയിയുടെ സർക്കാർ ഉൾപ്പെടെ ഇത് അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ജനസംഖ്യാ അനുപാതത്തിൽ മാത്രം നമുക്ക് നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന വ്യവഹാരങ്ങളല്ല ഈ ഡിലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അതിൽ പല
കാര്യങ്ങളും പരിഗണിക്കേണ്ടി വരും. അതിൽ പല രീതിയിലും അതിനെ മാറ്റങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരും. പക്ഷെ അതിനൊന്നും തയ്യാറാവാതെ ഈ പറയുന്നത് പോലെ 27-ലെ സെൻസസ് അനുസരിച്ച് നടപ്പിലാക്കണമെന്ന് ആദ്യം പറഞ്ഞു. ഇപ്പോൾ അതൊന്നും വേണ്ട, 2011 മതി എന്ന് പറയുന്നു. അപ്പോൾ ഇതിലൊക്കെ എന്തിനാണ് ആളുകളെ ഇങ്ങനെ ഇത്തരത്തിലൊരു ട്രാൻസ്പെറൻസി ഇല്ലാത്തൊരു ഡിസ്കോഴ്സിലേക്ക് കൊണ്ടുപോകുന്നത്? അത് വലിയ അപകടം പിടിച്ചൊരു കാര്യമാണ്. പെട്ടെന്ന് വിളിക്കുന്നു, നിങ്ങൾ പെട്ടെന്ന് വരണമെന്ന് പറയുന്നു, MP-മാരെ വിളിക്കുന്നു, കത്തയക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ ഈ ഒരു തിടുക്കപ്പെടൽ, ഒരു ട്രാൻസ്പെറൻസി ഇല്ലായ്മ ആളുകൾക്ക് തോന്നുന്നു എന്നുള്ളത് ഒരു അപകടകരമായ ഒരു കാര്യമാണ്. ഇത് ചെറിയ കാര്യമല്ല. ഈ രാജ്യത്ത് ജീവിക്കുന്ന പകുതി മനുഷ്യരെ അതായത് സ്ത്രീകളെ, പകുതി മനുഷ്യരെ ഇതിന്റെ സംവിധാനങ്ങളിലേക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി നടത്തുന്ന ഏറ്റവും കൃത്യമായിട്ടുള്ളൊരു പ്രക്രിയ, ആ പ്രക്രിയയുടെ കൂടെ നിങ്ങൾ കടത്തുന്ന ചില അപകടകരമായിട്ടുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ തീർച്ചയായും ഈ പൊതുസമൂഹത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തുകൊള്ളാം, ഞങ്ങളാണ് ഈ സംവരണത്തിന്റെയും വനിതാ മുന്നേറ്റത്തിന്റെയും ഒക്കെ മൊത്തക്കച്ചവടക്കാരെന്ന് ഇങ്ങനെ ഏറ്റുപറയാൻ അല്ലെങ്കിൽ അത്തരത്തിൽ വെമ്പൽ കൊള്ളാൻ വേണ്ടി നിൽക്കുന്ന ആളുകളോട് ഇത് വളരെ കൃത്യമായി ട്രാൻസ്പെറൻസി ഉണ്ടാക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നേരത്തെ BJP-യുടെ പ്രതിനിധി പറയുകയായിരുന്നു, ഈ രാജ്യത്ത് ഞങ്ങളല്ലാതെ ആരാണ് വനിതകളെ പരിഗണിച്ചിട്ടുള്ളത്, നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. അപ്പോൾ ഈ രാജ്യത്തിന് ചരിത്രം കൂടി ഒന്ന് പഠിക്കണം. ഈ മുൻകാലങ്ങളിലുണ്ടായ വനിതാ സംവരണത്തെ പറ്റി പഠിക്കണം. ഈ രാജ്യത്തിന് വനിതാ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, വനിതാ സ്പീക്കർ ഉണ്ടായിരുന്നു, വനിതാ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ ഈ നാട്ടിൽ കൊണ്ടുവന്നത് ആരാണെന്നും എന്താണെന്നും ഈ രാജ്യത്തിന്റെ ചരിത്രം കുറഞ്ഞ പക്ഷമെങ്കിലും പഠിച്ചിട്ട് വേണം മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വനിത അല്ലെങ്കിൽ സ്ത്രീപക്ഷത്തെ അല്ലെങ്കിൽ സ്ത്രീ മുന്നേറ്റത്തെയൊക്കെ ഒന്ന് വിമർശിക്കാൻ എന്നുള്ളത് BJP പ്രതിനിധിയോട് കൂടെ ഒന്ന് സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ശരി, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചില കണക്ക് പറയാം. നമ്മുടെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുരുഷന്മാരെക്കാൾ 6% വനിതകൾ അധികമായി വോട്ട് ചെയ്തത്. 81.19% വനിതകൾ വോട്ട് ചെയ്ത കണക്ക്. അതിന്റെ അന്തിമ കണക്ക് വരുമ്പോൾ 82% സ്ത്രീകൾ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ത്രീകളുടെ വർദ്ധിച്ച പ്രാതിനിധ്യം, പുരുഷന്മാരെക്കാൾ വളരെ കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പ് എന്ന പ്രാധാന്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ എത്ര സീറ്റുകൾ വനിതകൾക്ക് വിവിധ മുന്നണികൾ കൊടുത്തു എന്ന് പരിശോധിച്ചാൽ UDF 140 സീറ്റുകളിൽ 12 സീറ്റാണ് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ളത്. LDF 140 സീറ്റിൽ 18 സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. NDA 140 സീറ്റിൽ 16 സീറ്റാണ് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് നിയമനിർമ്മാണം എന്നതിൻ്റെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ കണക്കിൽ തന്നെയുണ്ട്. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ അവരുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കേരളം പോലെ പരിഷ്കൃതമെന്നും പ്രബുദ്ധമെന്നും നമ്മൾ പറയുന്ന ഈ പുരോഗമന സംസ്ഥാനത്ത് ഇത്രയേ ഉള്ളൂ എന്ന കണക്ക് അവിടെ നിൽക്കുമ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ്, BJP-യെ സംബന്ധിച്ച് ഇപ്പോൾ ഈ നോർത്ത് സൗത്ത് ഡിവൈഡ് ഉണ്ടാവാതെ നോക്കൽ എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ് കൂടിയാണ്. കാരണം നമുക്കറിയാം, തെക്കേ ഇന്ത്യയിൽ ഒറ്റ സംസ്ഥാനം മാത്രമേ അവർ ഭരിക്കുന്നുള്ളൂ. അത് തന്നെ സഖ്യകക്ഷി സഹായത്തോടു കൂടിയാണ്. അതല്ലെങ്കിൽ സഖ്യകക്ഷിയാണ്, TDP ആണ് ആന്ധ്രയിലെ മെയിൻ പ്ലെയർ. തെലങ്കാനയാവട്ടെ, കർണാടകയാവട്ടെ, തമിഴ്നാടാവട്ടെ, കേരളമാവട്ടെ BJP ഇതര സംസ്ഥാനങ്ങളാണ്. അപ്പോൾ ഈ നോർത്ത് സൗത്ത് ഡിവൈഡ് വർദ്ധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിലെ നേതാക്കൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാക്കുകയാണെങ്കിൽ, ഇവൻ കേരളത്തേക്കാൾ കൂടുതൽ തമിഴ്നാട്ടിലൊക്കെ അത് വലിയ തോതിൽ പ്രൊട്ടസ്റ്റുകളൊക്കെ ഫ്യൂൽ ചെയ്യാമെന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നേരത്തെ കേണൽ ഡിന്നി പറഞ്ഞതുമാതിരി സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ പ്രാതിനിധ്യത്തെ കുറയ്ക്കുക എന്നൊരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചാൽ അത് രാഷ്ട്രീയമായി ആത്മഹത്യാപരമാകുമല്ലോ. അപ്പോൾ അതുകൂടി അഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും ഡീലിമിറ്റേഷൻ എന്ന് നമുക്ക് വിചാരിക്കാമോ? അങ്ങനെ വേണം. കേണൽ ഡിന്നി പറഞ്ഞ ഒരു കാര്യം, അതിന് ഒരു സ്ഥിരീകരണം ഒരുപക്ഷെ കേണൽ ഡിന്നിക്ക് മാത്രമേ നൽകാനാവൂ. നിലവിലുള്ള സീറ്റുകളുടെ 50% ഓരോ സംസ്ഥാനത്തിനും വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ അത് ന്യായമാണ്. അങ്ങനെയാണ് മൊത്തത്തിൽ 273 സീറ്റുകൾ വർദ്ധിപ്പിക്കുമ്പോൾ കേരളത്തിലെ 20 സീറ്റുകൾ 30 മാറുന്നു ലോക്സഭയിൽ. തമിഴ്നാട്ടിലെ 39 സീറ്റുകൾ നേരെ ഇരട്ടിയായി, 20 സീറ്റുകൾ 39 സീറ്റുകൾ ഒരു അതിൻ്റെ 50% കൂടെ കൂടുന്നു. ഇത് ന്യായമാണ്. പക്ഷെ അങ്ങനെ ഒരു നിഗമനത്തിലെത്തിയതാണോ അതോ ഏതെങ്കിലും ഒരു ഓഫീസ്, ഏതെങ്കിലും ഒരു നേതാവ്, BJP നേതാവോ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മന്ത്രാലയമോ അങ്ങനെ ഒരു കണക്ക് പുറത്തുവിട്ടതായി ഞാൻ കേട്ടില്ല. അതുകൊണ്ട് അതേക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. ഇത് നോക്കൂ, നോർത്ത് സൗത്ത് ഡിവൈഡ് എക്കാലത്തും ഒരു പൊളിറ്റിക്കൽ നറേറ്റീവായി തെക്കേ ഇന്ത്യൻ രാഷ്ട്രീയ കക്ഷികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഒരു കാലത്ത് കോൺഗ്രസ് വിരോധത്തിൽ അധിഷ്ഠിതമായി പ്രാദേശിക കക്ഷികളെ വളർത്തിയെടുക്കാൻ വേണ്ടി തമിഴ്നാട്ടിലെ ദ്രാവിഡ കക്ഷികൾ പറഞ്ഞിരുന്നതാണ് ആ ഒരു കാര്യം. ഈ ആൻറ്റി ബ്രാഹ്മിനിസം, ആൻറ്റി കോൺഗ്രസിസം, അങ്ങനെ ആൻറ്റി നോർത്ത്, അത് ഭാഷയുടെ പേരിലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തമിഴ്നാട് പൊളിറ്റിക്സിൻ്റെ ഒരു മുഖമുദ്രയായിരുന്നു. കേരളത്തിൽ ആ രീതിയിലുണ്ടായില്ല. ഇപ്പോൾ
വർദ്ധിത വീര്യത്തോടുകൂടി തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ച് DMK നയിക്കുന്ന മുന്നണി, ഇന്ത്യ മുന്നണിയുടെ തമിഴ്നാട് ഘടകം ഒരു പക്ഷേ അത് ഉപയോഗിക്കാം. പക്ഷേ അവിടെ അതിന് നേട്ടമുണ്ടാവുകയും ചെയ്യും. അത് വലിയ സർപ്രൈസിംഗ് ഒന്നുമല്ല. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ 5 പ്രധാന സംസ്ഥാനങ്ങളുണ്ടെന്ന് ഓർക്കണം. ആന്ധ്രാപ്രദേശ്, അവിടെ തെലുങ്ക് ദേശവുമായി ചേർന്നുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഘടകകക്ഷിയുടെ തോളിലേറി എവിടെയെല്ലാം BJP വടക്കേ ഇന്ത്യയിലോ പടിഞ്ഞാറ് ഇന്ത്യയിലോ ഭരണത്തിലെത്തിയിട്ടുണ്ടെങ്കിലും അവസാനം ആ കക്ഷിയെ വിഴുങ്ങിയതായി കാണാം. നോക്കൂ, മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിച്ചത്? റൈഡിങ് ഓൺ ദി വേവ് ഓഫ് ശിവസേന, അതാണ് BJP കടന്നു വരുന്നത്. അവസാനം BJP മുഖ്യകക്ഷിയായി മാറി ശിവസേന പലതായി ചെതറിപ്പോയി ഒരു ജൂനിയർ പാർട്ണറായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ബീഹാറിൽ അങ്ങനെയല്ലേ നിതീഷ് കുമാറിനെ സഖ്യകക്ഷിയായി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകകക്ഷികളെ, രാംവിലാസ് പാസ്വാന്റെ കക്ഷിയെ ഘടകകക്ഷിയാക്കി അവസാനം BJP അവിടെ മുഖ്യകക്ഷിയായി മാറുന്ന ഒരു കാഴ്ച കണ്ടു. പല സംസ്ഥാനങ്ങളും ഒരുപക്ഷെ ഒറീസയിൽ ഉൾപ്പെടെ ജൈവികമായ വളർച്ച ഉണ്ടാക്കി. അത് ഘടകകക്ഷി ആയ നിലയിലല്ല, ഒരു പ്രധാന പാർട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വലിയ പാർട്ടിയായി മാറി. അപ്പം ഇത് തമിഴ്നാട്ടിൽ ഒരുപക്ഷെ നടക്കില്ല എന്നൊരു ചിന്തയുണ്ട്. കേരളത്തിൽ ഒരു കാര്യമായ ഒരു ഘടകകക്ഷിയെ കിട്ടുന്നില്ല. BDJSനെ കിട്ടി, T20യെ കിട്ടി. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു നല്ല ആഴത്തിൽ വേരോട്ടമുള്ള, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് അല്ലെങ്കിൽ കേരള കോൺഗ്രസുകൾ, അങ്ങനെയുള്ള ഘടകകക്ഷികളുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം CPI ഉണ്ട്, അല്ലെങ്കിൽ കേരള കോൺഗ്രസിനൊരു വിഭാഗമുണ്ട്. അങ്ങനെ ഒരു ഘടകകക്ഷിയെ BJP മുന്നണി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഘടകകക്ഷികളുടെ ചിറകിലേറി വളരാനാവില്ല എന്നൊരു ചിന്ത. അങ്ങനെയെങ്കിൽ ഒരു മാർഗം, കർണാടകത്തിൽ അങ്ങനല്ല കേട്ടോ. കർണാടകത്തിൽ ഒരു ഘടകകക്ഷി ഉണ്ടായിരുന്നു, ആ ഘടകകക്ഷിയുമായി ചേർന്ന് നിന്നു. ഇപ്പോൾ ആ ഘടകകക്ഷിയായ ജനതാദൾ സെക്യുലർ അത് ഏതാണ്ട് പൂർണ്ണമായി അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ്. BJPക്ക് ഒരു പ്രാമുഖ്യം കിട്ടിയിരിക്കുന്നു. ഭരണകക്ഷി കോൺഗ്രസ് ആണെങ്കിലും കർണാടക മാത്രമാണ് BJPക്ക് പ്രതീക്ഷയുള്ള ഏക സംസ്ഥാനം. ഇവിടങ്ങളിൽ ഇലക്ട്രൽ അരിത്തമെറ്റിക്സ് ഇനിയിപ്പോൾ പ്രസക്തമല്ല. അപ്രസക്തമാക്കി മാറ്റണമെങ്കിൽ ഈ ജനസംഖ്യാനുപാതത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനഃക്രമീകരിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വടക്കേ ഇന്ത്യയിലും പടിഞ്ഞാറൻ ഇന്ത്യയിലും ഒരു പരിധിവരെ കിഴക്കേ ഇന്ത്യയിലും ലഭിക്കുന്ന മൃഗീയമായ നമ്പേഴ്സ് ഈ തെക്കേ ഇന്ത്യയിലെ സീറ്റുകളുടെ എണ്ണം കൊണ്ട് അപ്രസക്തമായി മാറുന്നു. വിലപേശൽ ശേഷി, ഫെഡറൽ പാരിറ്റി അവിടെ ഇല്ലാതാകുന്നു. നോക്കൂ ശ്രീ അഭിലാഷ്, അമേരിക്കയൊക്കെ ഒരു സ്ട്രോങ് ഫെഡറേഷനായി നമ്മൾ കരുതുന്നത് എന്തുകൊണ്ടാണ്? പൂർണ്ണമായി സ്വതന്ത്രമായിരുന്ന, പിന്നീട് ബ്രിട്ടീഷ് കോളനികൾ ആയിരുന്നതും സ്വതന്ത്രമായതുമായ 13 സംസ്ഥാനങ്ങൾ ചേർന്ന് ചില ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു കോൺഫെഡറസി ഉണ്ടായതും പിന്നീട് രാജ്യമുണ്ടായതും. അവിടെ അപ്പർ ഹൗസായ സെനറ്റിൽ തുല്യ റെപ്രസെൻറ്റേഷനാണ്. ഇവിടെ രാജ്യസഭയിൽ തുല്യ റെപ്രസെൻറ്റേഷൻ അല്ല, ജനസംഖ്യ ആനുപാതികമായിട്ടാണ് ഉപരിമണ്ഡലമായ, ദുർബലമായ ഉപരിമണ്ഡലമായ രാജ്യസഭയിൽ പോലും പ്രാതിനിധ്യം. അപ്പോൾ എങ്ങനെയാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന രാജ്യസഭ എങ്ങനെയാണ് വയബിളായി പ്രവർത്തിക്കുക? അതുമാത്രമല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, സഹപാനലിൽ സൂചിപ്പിച്ചല്ലോ, ഇന്ത്യയുടെ ഭരണഘടന തുടങ്ങുന്നത് തന്നെ ഇന്ത്യ അതർവൈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങളുടെ യൂണിയൻ, അല്ലാതെ കേന്ദ്രമെന്നല്ല, സംസ്ഥാനങ്ങളുടെ ഒരു ഏകോപനം. അതാണ് രാജ്യം എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങളുടെ നിലവിലുള്ള പ്രസക്തി അട്ടിമറിക്കുന്ന രീതിയിൽ പുനഃസംഘടന, പുനഃക്രമീകരണം നീണ്ടാൽ അത് ഫെഡറേഷന്റെ ആരോഗ്യത്തിന് നല്ലതല്ല ആത്യന്തികമായി. യെസ്, കേണൽ എസ് ഡിന്നി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ഭരണഘടനയുടെ 1ാമത്തെ ആർട്ടിക്കിൾ തന്നെ പറയുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഫെഡറൽ ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് സെൻട്രൽ ഗവൺമെൻറ്റും അതിൽ മുഖ്യ പങ്കാളിത്തം വഹിക്കേണ്ടതാണ്. ഇത് യൂണിയനാണെന്ന ബോധ്യത്തോടു കൂടി ഫെഡറൽ സംവിധാനത്തിൻ്റെ അന്തസത്ത ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഫെഡറേഷനിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ അംഗങ്ങളുടെയും തുല്യമായ പ്രാതിനിധ്യത്തെ ഉറപ്പുവരുത്തുന്ന വിധത്തിലാകും ഈ ഡിലിമിറ്റേഷൻ എന്ന് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാമോ? തീർച്ചയായിട്ടും. ഒരൊറ്റ സെക്കൻഡ് അതിന് ജസ്റ്റ് നേരത്തെ നമ്മുടെ കോൺഗ്രസിന്റെ സ്പോക്സ് പേഴ്സൺ അവർ ഒരു ഞാൻ കോൺഗ്രസിനെ വിമർശിച്ചത് അത് ശരിയല്ല, അത് ഹിസ്റ്ററി അങ്ങനല്ല എന്നുള്ള. അപ്പോൾ എനിക്ക് ആ മാഡത്തിനകത്ത് ചോദിക്കാനുള്ളത്, പ്രൈം മിനിസ്റ്റർ മോദി വന്നു കഴിഞ്ഞിട്ടാണ് പല കാര്യങ്ങളും സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. അതിന് മുൻപ് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള എൻ്റെ ഒരു ഹംബിൾ സബ്മിഷൻ മാത്രമാണ്. അതായത് നോക്കൂ, ഇപ്പം ഞാൻ ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ എൻ്റെ ഉണ്ട്. ആ ലിസ്റ്റ് മൊത്തം എടുത്തു കഴിഞ്ഞാൽ നമുക്കിന്ന് ചർച്ച ചെയ്യാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോയിട്ടു, അതായത് നമ്മൾ ടോയ്ലറ്റ്, നിങ്ങളൊക്കെ ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ആ ടോയ്ലറ്റിന് വേണ്ടി സ്ത്രീകൾ എത്രമാത്രം ഒരു ഹ്യൂമിലിയേഷൻ സഫർ ചെയ്തിട്ടാണ് പോയത്. ആ ടോയ്ലറ്റിന് വേണ്ടി പ്രധാനമന്ത്രി മോദി തന്നെ വേണ്ടി വരുന്നു. ഇപ്പം പ്രഗ്നന്റ് വുമന് വേണ്ടിയുള്ള പോഷകാഹാരത്തിന് വേണ്ടിയുള്ള 5000 രൂപ അതിന് പ്രൈം മിനിസ്റ്റർ മോദി
മോദിയാണ്. സാനിറ്ററി നാപ്കിൻ പോലത്തെ ബേസിക് ആയിട്ടുള്ള അതിനും പ്രൈം മിനിസ്റ്റർ മോദിയാണ്. ഇനി ഹയർ ലെവലിൽ പോവുക, ഫൈറ്റർ പൈലറ്റ്സ് ഇന്ന് ഇന്ത്യൻ എയർഫോഴ്സിൽ ഉണ്ടെങ്കിൽ അത് പ്രൈം മിനിസ്റ്റർ മോദിയാണ്. സൈനിക് സ്കൂൾ, NDA പോലത്തെ സ്ഥാപനങ്ങൾ പണ്ട് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളത് ഇത് ഓപ്പൺ ചെയ്യണമെങ്കിലും പ്രൈം മിനിസ്റ്റർ മോദി തന്നെ വേണ്ടി വന്നു. എന്തിന് 26 വീക്സ് മെറ്റർണിറ്റി ലീവ് അത് കൊടുത്തത് പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഭരണത്തിന്. അങ്ങനെ ഹോൾ ലോട്ട് ഓഫ് ലിസ്റ്റ് എൻ്റെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് സ്വാഭാവികമായിട്ടും CPM-നും കോൺഗ്രസിനും കഴിഞ്ഞ മറുപടിയും പറയാനുണ്ട്. പക്ഷെ നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവാണ്. സമയം പൂർണ്ണമായി അവസാനിച്ചുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും.